കൊടുത്തിട്ടുണ്ട്. രഞ്ജിത, നമുക്ക് തുടങ്ങാം. ഓക്കെ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി എല്ലാ വ്യാഴാഴ്ചയും നടത്തിപ്പോരുന്ന വ്യാഴാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുസ്തകങ്ങളെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടും നമ്മുടെ സാഹിത്യ ലോകത്ത് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ രചനകളെയും എഴുത്തുകാരെയും വായനക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയും കൂടാതെ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലെ വായനയെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് നമ്മൾ ഈ പ്രതിവാര പുസ്തക നിരൂപണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വ്യാഴാഴ്ച നമ്മൾ മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് ഒത്തുകൂടിയിരിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരൻ തോംസൺ ആന്റണിയുടെ പല മുഖങ്ങൾ പല കാഴ്ചകൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി 2ാം വർഷ BEd നാച്ചുറൽ സയൻസ് വിദ്യാർത്ഥിനി അന്ന മരിയ ലോറൻസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വായനയുടെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ പുസ്തകവും നമ്മളെ എത്തിക്കുന്നത് ഓരോ പുതിയ ലോകങ്ങളിലേക്കാണ്. SNM ട്രെയിനിങ് കോളേജ് ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും ഒരുമിച്ച് നടത്തുന്ന വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആദരണീയായ പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിന്റെ അസാന്നിധ്യത്തിൽ മിസ്സിനെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോറി മിസ്സെ, കണ്ടില്ല. മിസ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ. പല മുഖങ്ങൾ പല കാഴ്ചകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവായ തോംസൺ ആന്റണി സാറിനെ സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ പുസ്തക നിരൂപണം നടത്തി നമ്മളോട് സംസാരിക്കുന്ന 2ാം വർഷ നാച്ചുറൽ സയൻസ് BEd വിദ്യാർത്ഥിനിയായ ചിഞ്ചിന ജോഷിയെയും സ്നേഹത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയ ഡോക്ടർ KS കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഹീര മിസ്സിനെയും പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സ് ആയ ലൈന T, അക്ഷയ TS എന്ന വിദ്യാർത്ഥികളെയും നമ്മുടെ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പരിപാടിയിൽ സന്നിഹിതരായ എല്ലാ കൂട്ടുകാരെയും പരിപാടി ആസ്വദിക്കുന്നതിനായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി അന്ന. അടുത്തതായി പുസ്തക നിരൂപണത്തിനായി 2ാം വർഷ BEd നാച്ചുറൽ സയൻസ് വിദ്യാർത്ഥിനി ചിഞ്ചിന ജോഷിയെ ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനെ ഒരു പുസ്തക നിരൂപണത്തിന് ഇവിടെ ഒരു വേദി ഒരുക്കി തന്ന കോളേജ് ലൈബ്രറി ആൻഡ് റീഡേഴ്സ് ഫോറം, അതിൻ്റെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള കൃഷ്ണകുമാർ മാഷിനും ഹീര ടീച്ചർക്കും വളരെ സന്തോഷവും അതുപോലെ നന്ദിയും അറിയിച്ചുകൊണ്ടാണ് ഞാനിത് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ രചയിതാവായിട്ടുള്ള തോംസൺ സാറ് ഇവിടെ ഇന്ന് സാന്നിധ്യമുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് ഈ ഒരു പുസ്തകം അവതരിപ്പിക്കാൻ സാധിച്ചതും ഏറെ സന്തോഷം. അപ്പോൾ പല മുഖങ്ങൾ പല കാഴ്ചകൾ എന്ന തോംസൺ ആന്റണി എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. 2026 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച ഇതിൻ്റെ ആദ്യ എഡിഷനാണ്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ 140ഓളം പേജുകളുള്ള ഒരു ഗ്രന്ഥമാണ്. ഏകദേശം 30ഓളം ലേഖനങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളടക്കം ഒന്ന് നോക്കുകയുണ്ടായി. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ടും സിനിമയും ചിത്രകാരന്മാരുമാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ആധാരമെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നീട് ഈ ലേഖനങ്ങൾ ഞാൻ വായിച്ചു പോകുമ്പോൾ ഒരുപാട് ഇതിഹാസങ്ങളിൽ നിന്നും പുരാണങ്ങളിലും എല്ലാം നിന്ന്, ബൈബിൾ പോലുള്ളവയിൽ എല്ലാം നിന്നിട്ട് എടുത്തിട്ടുള്ള ഒരുപാട് മൂല്യവത്തായ സന്ദേശങ്ങൾ, സന്ദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരുപാട് ലേഖനങ്ങൾ വായിക്കാനിടയായി. അതുപോലെ തന്നെ സാഹിത്യവും സാഹിത്യകാരന്മാരും അതുപോലെ നമുക്ക് പരിചിതമല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ കൂടുതൽ ആഴത്തിൽ അറിയാനായിട്ട് ഈ ലേഖനം സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതില് സിനിമയിലെ ചലച്ചിത്രകാരന്മാരെ കുറിച്ചിട്ടുള്ള നിരീക്ഷണങ്ങൾ നമ്മുടെ ലേഖകൻ വളരെ ലളിതവും
ആകർഷണവുമായ ശൈലിയിൽ അവതരിപ്പിക്കുന്ന ഒരു ലേഖന സമാഹാരമാണിത്. അപ്പോൾ സിനിമ, സാഹിത്യം എന്നീ മണ്ഡലങ്ങളെ ആധാരമാക്കിയിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഈ ഒരു ലേഖന സമാഹാരം എനിക്ക് വായിച്ചപ്പോൾ ഒരുപാട് എന്നെ ചിന്തിപ്പിക്കുകയും ഒരുപാട് കാഴ്ചകളും പുതിയ മുഖങ്ങളുമൊക്കെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ്. കലാകാരന്മാരുടെ ഒരുപാട് സൃഷ്ടികളും അവരിലൂടെ പ്രതിഫലിക്കുന്ന ജീവിത സത്യങ്ങളും ഈ ലേഖനത്തില് സൂക്ഷ്മമായി അന്വേഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോ ചിന്തയ്ക്കും ആസ്വാദനത്തിനും ഒരേപോലെ ഇടം നൽകുന്ന ഈ ഒരു ലേഖന സമാഹാരം എന്നെ പല പുതിയ മുഖങ്ങളിലൂടെയും പല കാഴ്ചകളിലൂടെയും സഞ്ചരിപ്പിക്കുന്ന ഒരു അനുഭവമായി മാറി. അപ്പോ ഇതില് നമ്മുടെ ലേഖകന് സിനിമയോടുള്ള പ്രണയവും ആസ്വാദന ബോധവും ഒക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ലേഖനത്തില് ഒരു 8ഓളം ലേഖനങ്ങള് അദ്ദേഹം ആകാശവാണി സുഭാഷിതം എന്ന പരിപാടിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ലേഖനങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമായി ഈ പുസ്തകത്തിൽ വായിച്ചൊരു ലേഖനം പ്രേം നസീർ എന്ന് പറയുന്ന നായകനെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. പ്രേം നസീർ എന്ന ഭാവസാന്ദ്ര ഗാനം എന്നൊരു ലേഖനം. അപ്പോ പ്രേം നസീറിനെ ഏറ്റവും ഇഷ്ടം കൂടിയുള്ളൊരു നായകനാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ലേഖനമാണ് അത് ഞാൻ എടുത്ത് വായിച്ചത്. അപ്പോ അതിന്റെ തലക്കെട്ട് തന്നെ വളരെ ശ്രദ്ധാർഹമാണ്, പ്രേം നസീർ എന്ന ഭാവസാന്ദ്ര ഗാനം. അപ്പൊ ആ തലക്കെട്ട് ആകർഷിച്ചിട്ട് ഞാൻ ആ ലേഖനം വായിക്കേണ്ടായി. അപ്പൊ അതില് മലയാള സിനിമയ്ക്ക് അപൂർവമായൊരു ഭാവസമ്പത്ത് സമ്മാനിച്ച നായകരിൽ പ്രേം നസീർ ഏറ്റവും മുന്നിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം അവിടെ ആരംഭിക്കുന്നത്. പിന്നീട് ആ നായകന്റെ മരുമകൾ എന്ന ചിത്രത്തിലൂടെ ആരംഭിച്ച് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതവും ധ്വനി എന്ന അവസാന ചിത്രവും ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമാ പ്രയാണം വളരെ ലളിതമായ ഭാഷയിൽ ലേഖനം അവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രേം നസീർ എന്ന ഒരു നായകൻ എന്നതിലുപരി വളരെ വിനയവും സ്നേഹവും നിറഞ്ഞൊരു മനുഷ്യനായിട്ട് പ്രേം നസീർ എങ്ങനെയായിരുന്നു എന്നതിന്റെ വ്യക്തമായ ഒരു ചിത്രം ഈ ലേഖനത്തിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അതുവഴി നമുക്ക് പ്രേം നസീറിനെ കൂടുതലായിട്ട് ഒരു നായകൻ എന്ന് നമ്മൾ അറിയുന്നതിലുപരി അദ്ദേഹത്തെ ഒരു വ്യക്തിത്വം, ആ ഒരു വ്യക്തിത്വത്തെ കൂടുതലായിട്ട് ആഴത്തിൽ അറിയാനായിട്ട് ആ ലേഖനം സഹായിക്കുന്നുണ്ട്. വളരെ രസകരമായിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളും എല്ലാം സംഭാവനകളും എല്ലാം എഴുതിക്കൊണ്ട് ഉള്ളൊരു ലേഖനമാണത്. അതുപോലെ തന്നെ സ്വാഭാവികതയുടെ ദൃശ്യവിസ്മയം തീർത്ത കലാകാരൻ എന്ന ഒരു ലേഖനം, അതും വിദ്യാരംഗം മാസികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ലേഖനമാണ്. അപ്പൊ അതിന്റെയും തലക്കെട്ട് വളരെ ആകർഷകമാണ്, സ്വാഭാവികതയുടെ ദൃശ്യവിസ്മയം തീർത്ത കലാകാരൻ. അപ്പൊ അതിങ്ങനെ വായിച്ചപ്പോൾ ആരെക്കുറിച്ചായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തലക്കെട്ട് എന്നുള്ളൊരു ആകാംക്ഷ എന്നിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോ പ്രശസ്ത ഛായാഗ്രഹനായിട്ടുള്ള MG രാധാകൃഷ്ണനെ കുറിച്ചിട്ടുള്ള വളരെ ലളിതവും ഹൃദയസ്പർശിയുമായ ഭാഷയിൽ നമ്മുടെ ലേഖനം എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. അപ്പോ ആ ഒരു ലേഖനം വായിക്കുന്നതിന് മുന്നേ എനിക്ക് അത്ര പരിചിതമല്ലാത്തൊരു വ്യക്തിത്വം, സിനിമയൊക്കെ കാണാറുണ്ട് എങ്കിലും ഛായാഗ്രഹനെ ഒക്കെ കൂടുതലായിട്ട് അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ മുഖത്തെ എനിക്ക് ആ ലേഖനത്തിലൂടെ കൂടുതൽ അറിയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോ MG രാധാകൃഷ്ണനെ കുറിച്ചിട്ട് അദ്ദേഹം നമ്മുടെ ലേഖകൻ പറയുന്നു, വാണിജ്യ സിനിമയുടെ ആഡംബരത്തിൽ നിന്നകന്ന് ചെറിയ ബജറ്റിലുള്ള സിനിമകളുടെ ആത്മാവിനെ ക്യാമറയിലൂടെ അവതരിപ്പിച്ച കലാകാരൻ എന്നൊരു സത്യം ഇവിടെ ലേഖനത്തിൽ തെളിയിക്കുന്നുണ്ട്. അപ്പോ പുതിയൊരു തലമുറയ്ക്ക് ഛായാഗ്രഹണത്തിന്റെ ഒരു പാഠപുസ്തകമാണ് MG രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം അവസാനിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ മൗന നൊമ്പരങ്ങളിലൂടെ പിറവിയെടുത്ത ചലച്ചിത്ര കാവ്യങ്ങൾ എന്ന തലക്കെട്ടില് ഷാജി N കരുണൻ എന്ന് പറയുന്ന ചലച്ചിത്രകാരനെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഇതും എനിക്ക് ശീർഷകം കണ്ടുകൊണ്ട് തന്നെ ഞാൻ വളരെ ആകർഷിച്ചൊരു ലേഖനമാണ്. ഇതും എനിക്കൊരു പുതിയ മുഖത്തെ പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. വാനപ്രസ്ഥം പോലുള്ള പുതിയ ഒരു സിനിമയുടെ ഒക്കെ സംവിധായകനായിട്ട് വന്നിട്ടുള്ള ഷാജി N കരുണൻ എന്ന വ്യക്തിയെ കുറിച്ചുകൊണ്ട് വളരെ ലളിതമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ലേഖനമാണത്. അപ്പോ
ഷാജിയൻ കരുണൻ എന്ന് പറയുന്ന വ്യക്തി സിനിമയില് ഛായാഗ്രഹനായി പ്രവേശിച്ചിട്ട് പിന്നീട് സംവിധായകനാകുന്ന വാനപ്രസ്ഥം പോലുള്ള പ്രശസ്ത സിനിമയുടെ സംവിധായകനായി വളർന്നുയരുന്ന വഴികള് വായനക്കാരെ ആകർഷിക്കുന്ന തരത്തിലേക്ക് രേഖപ്പെടുത്തുന്ന ഒരു ലേഖനമാണത്. അപ്പോ മുൻപരിചയമില്ലാത്തവർക്ക് പോലും ഷാജിയൻ കരുണൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തെയും അദ്ദേഹത്തിന്റെ സംഭാവനകളെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ലേഖനമാണത്. അതുപോലെ തന്നെ ഭരത് മുരളിയുമായിട്ട് അദ്ദേഹം നടത്തിയ ഒരു അഭിമുഖം. അപ്പൊ ആകാശദൂത് എന്ന് പറയുന്ന ഒരു സിനിമയുടെ സൈറ്റിൽ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അഭിമുഖം ഈ ലേഖനത്തിൽ വായിക്കേണ്ടായി. അപ്പോ സ്വാഭാവികതയുടെ ഒരു കലാകാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭരത് മുരളിയെ പരിചയപ്പെടുത്തിയാണ് ആ ലേഖനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ സിനിമയിൽ മാത്രമല്ല സാഹിത്യത്തിലും അതുപോലെ ടി വാസുദേവൻ നായരെ കുറിച്ചിട്ട് നമ്മുടെ ലേഖനം എഴുതിയിരിക്കുന്ന ഒരു 3 ലേഖനങ്ങൾ ഇതിൽ വായിക്കുകയുണ്ടായി. അപ്പോൾ സാഹിത്യത്തിലും ടിയോടുള്ള നമ്മുടെ ലേഖകന്റെ ഒരു ഇഷ്ടം ഒക്കെ നമ്മൾക്ക് ഈ ലേഖനത്തിലുടനീളം കാണാം. ടി എന്ന ഭാഗ്യമുദ്ര എന്നൊരു ലേഖനം, അതായത് ജീവിതവും സാഹിത്യ സൃഷ്ടികളും ടിയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടികളും എല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു പാഠഭാഗമാണ് ഇത്. അപ്പൊ അതില് ജി എന്ന 2 അക്ഷരം നമ്മുടെ സാഹിത്യത്തിന് ഭാഗ്യമുദ്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം ആരംഭിക്കുന്നത്. പിന്നീട് ആ ലേഖനത്തില് ടിയുടെ ഒരുപാട് രചനകളെ വളരെ ക്രമബദ്ധമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോ അതുപോലെ തന്നെ ടിയെ നേരിട്ട് അദ്ദേഹത്തിന്റെ വസതിയിൽ പോയിട്ട് കാണാനിടയാക്കിയ ആ നിമിഷങ്ങളൊക്കെ വളരെ രസകരമായിട്ട് നമ്മുടെ ലേഖനം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ടിയോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ അതിൽ നൽകിയിട്ടുണ്ട്. അപ്പോ ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ പോയി കാണാനും അത് കാണാനുള്ള ഒരു സന്തോഷം ഒക്കെ ലേഖനത്തില് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹം നമ്മുടെ ലേഖനം ഇങ്ങനെ പറയുന്നുണ്ട്, ടിയുടെ തന്നെ വരികൾ കടമെടുത്താല് ഒരു മന്ദഹാസത്തിന്റെ പകൽപൂരം ഏറ്റുവാങ്ങിയ നിമിഷങ്ങളായിരുന്നു അദ്ദേഹത്തെ സന്ദർശിച്ച നിമിഷങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുള്ള ലേഖനം. ടിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ആഴത്തിലറിയാൻ ടിയുടെ ഒരുപാട് രചനകളൊക്കെ മനസ്സിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് അത് വായിച്ചപ്പോൾ. ഇതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയിൽ അത്രയും ലളിതമായിട്ടാണ് ആ ഒരു ലേഖനം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചിരിയും ചിന്തയും പകർന്ന മലയാള സിനിമയുടെ മുഖശ്രീ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിവാസനെ കുറിച്ച്, ഇത് ശ്രീനിവാസൻ സാറിന്റെ വിയോഗവേളയിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ലേഖനമാണ്. അപ്പോ ചിരിക്കുക എന്നത് മാത്രമല്ല, ചിരിപ്പിക്കുന്നതിലും ഉപരി ചിന്തിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരു കലാകാരനായിട്ട് ഉള്ള ശ്രീനിവാസന്റെ ആ ശൈലിയെ തെളിയിച്ചുകൊണ്ട് നമ്മുടെ ലേഖനം എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ്. ശ്രീനിവാസന്റെ ആ സിനിമാ യാത്രകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം. അതുപോലെ കാലത്തിന് മുന്നേ യവനിക ഉയർത്തിയ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ എന്ന് KG ജോർജ് എന്ന സംവിധായകനെ ലേഖൻ വിശേഷിപ്പിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ലേഖനം. അപ്പൊ അതും ആ തലക്കെട്ടിന് വളരെ പ്രാധാന്യം തോന്നി. അതിങ്ങനെ വായിച്ചു വന്നപ്പോൾ സിനിമയെ വെറും കലാസൃഷ്ടിയായി മാത്രമല്ല ഒരു ക്രാഫ്റ്റ് വർക്കായി കാണുന്ന KG ജോർജ് എന്ന സംവിധായകനെയാണ് ലേഖനത്തിലൂടെ നമ്മുടെ ലേഖൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോ ഈ ലേഖനത്തിന്റെ തലക്കെട്ടിന്റെ ഉജ്ജ്വലത, കാലത്തിനു മുന്നേ യവനിക ഉയർത്തിയ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എന്നുള്ളത് ആ ഒരു ലേഖനത്തിന്റെ അവസാനം എനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോ തലക്കെട്ടുകളാണ് കൂടുതലും ഈ ലേഖനത്തിൽ എന്നെ ആകർഷിച്ച ഒരു കാര്യം. ആ തലക്കെട്ടുകൾ വായിക്കുമ്പോൾ അത് ആരെ കുറിച്ചായിരിക്കുമെന്നും എന്തുകൊണ്ടാകുമെന്നുള്ളൊരു ആകാംക്ഷ എന്നിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതുപോലെ നവതരംഗ ന്യൂജൻ സിനിമകളെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ലേഖനം, ജീവിതത്തിലേക്ക് ആവേശിക്കുന്ന നവതരംഗ സിനിമകൾ എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ പുതിയ സിനിമകളില് വരുന്ന വയലൻസ്, അതുപോലെ തന്നെ ലഹരി, ഹിംസ പോലുള്ള ഇതെല്ലാം എടുത്തു കാട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ലേഖനമാണ്. അപ്പൊ ഞാനും പലപ്പോഴും പുതിയ സിനിമകൾ കാണുമ്പോൾ ചിന്തിക്കാറും പറയാറുമുള്ള ഒരു കാര്യമൊക്കെ തന്നെയാണ്, പുതിയ സിനിമകളിലൂടെ ഇപ്പോ വയലൻസ് എല്ലാം കൂടുതലായിട്ട് ഉള്ള സിനിമകളാണ്. പണ്ടത്തെ പോലെ വാത്സല്യം, തന്മാത്രയൊക്കെ ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ആ ചിത്രങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അതിലുള്ള സ്നേഹബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും എല്ലാം എടുത്തു കാട്ടുന്ന സിനിമകളാണ്. പക്ഷെ ഇന്നത്തെ സിനിമകളിൽ ആ ഒരു മൂല്യങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട്
കാണുന്ന ഒരു കാര്യം, ഞാനും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ലേഖനം അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് പറയുന്നത്, ന്യൂജൻ സിനിമകളിൽ വർദ്ധിച്ചു വരുന്ന ഹിംസയും ലഹരിയുമെല്ലാം, വയലൻസും ഒക്കെ പുതിയ തലമുറയുടെ മൂല്യച്യുതിക്ക് കാരണമാകുന്നുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വരുന്ന ഒരു ലേഖനമാണത്. അപ്പൊ അതിന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ബദൽ സിനിമകളും മാനവിക കാഴ്ചപ്പാടുകളുടെയും ആവശ്യകതയൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ലേഖനം ഇങ്ങനെ തുടരുമ്പോൾ അതിലെ നമുക്ക് ഒരു അധ്യാപകൻ കൂടിയായിരുന്ന ലേഖകന്റെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സാമൂഹിക ഇടപെടലായി തന്നെ അതിലെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു അധ്യാപകനെ കൂടി എനിക്കതിൽ ആ ലേഖനം വായിച്ചപ്പോൾ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ ഷോലെ സിനിമയുടെ സുവർണ ജൂബിലി നിറവില് അദ്ദേഹം ആ സിനിമയെ കുറിച്ചിട്ട് പ്രസിദ്ധീകരിച്ചൊരു ലേഖനം. അപ്പൊ അതില് ആ ഷോലെ സിനിമയിലെ ഓരോ ഗാനരംഗങ്ങളും അതിലെ കഥാപാത്രങ്ങളെയും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ട് എഴുതി അവതരിപ്പിച്ചിട്ടുള്ള അത് വായിച്ചു കഴിയുമ്പോൾ ഒരു സിനിമ കണ്ട ഫീല് ലഭിച്ചു എന്നുള്ളതാണ്. അത്രയും രസകരമായിട്ട് ഷോലെ സിനിമയെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ലേഖനം. അതില് നായകനായിട്ടുള്ള ധർമ്മേന്ദ്രയെ ബോളിവുഡിന്റെ ഹീമാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ലേഖനം വായിക്കുകയുണ്ടായി. അപ്പോ ഇത്ര ആഴത്തില് ഓരോ സിനിമയുടെയും ആ ഓരോ അണുവിലേക്കും ഇറങ്ങി വീക്ഷണ പഠനം നടത്തിയിരിക്കുന്നത് വളരെ അത്ഭുതത്തോടെയാണ് ഞാൻ അത് വായിച്ചത് എന്നുള്ളതാണ്. അപ്പോ സിനിമയെ വെറും വിനോദമായിട്ട് മാത്രമല്ല, ഒരു പഠിക്കപ്പെടേണ്ട ഒരു സമ്പൂർണ്ണ കലാരൂപമായി കാണുന്ന ലേഖകന്റെ ഒരു കാഴ്ചപ്പാട് ആണ് ഈ ലേഖനത്തിന്റെ സൗന്ദര്യമായി എനിക്ക് തോന്നിയത്. അതുപോലെ ഒരുപാട് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന ലേഖനങ്ങളുണ്ട്. സിസ്റ്റർ റാണി മരിയ ഒരു നറുപുഞ്ചിരി എന്ന് പറയുന്ന ഒരു ലേഖനം, കല്ലെറിയുന്നവർക്കറിയാമോ എന്ന മുൻ DGP സിബി മാത്യൂസിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ലേഖനം. അപ്പോൾ ഇതില് സിസ്റ്റർ റാണി മരിയ ഒരു നറുപുഞ്ചിരി എന്ന ലേഖനം ഞാൻ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ലേഖനമാണ്. അപ്പൊ അത് വായിച്ചപ്പോൾ ദരിദ്രരോടുള്ള അഗാധമായ കരുണയെ ജീവിതമാക്കി മാറ്റിയ സിസ്റ്റർ റാണി മരിയ, അപ്പോ അവരുടെ സ്മരണയ്ക്കുള്ളൊരു ഹൃദയസ്പർശിയായ ട്രിബ്യൂട്ടായിട്ട് ഈ ലേഖനം എഴുതുന്നു എന്നുള്ളതാണ്. അപ്പൊ അതില് ദരിദ്രരോടുള്ള അഗാധമായ കരുണയും സേവന സന്നദ്ധതയും അവരുടെ ജീവിത ലക്ഷ്യമാകുമ്പോൾ സിസ്റ്റർ റാണി മരിയക്ക് അതിന്റെ പ്രതിഫലമായി കൊല ചെയ്യപ്പെടുകയും, എന്നാല് കൊലയാളിയോട് സിസ്റ്ററുടെ കുടുംബം ക്ഷമിക്കുന്നതും പിന്നീട് കൊലയാളിയിൽ ഉണ്ടായ മാനസാന്തരവും ഒക്കെ ഹൃദയസ്പർശിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ലേഖനമാണത്. അപ്പൊ അങ്ങനെ ഒരു നന്മയുടെ ഒരു വ്യക്തിത്വത്തെ അതില് പരിചയപ്പെടാൻ, ആ മുഖത്തെ പരിചയപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അവിടെ. അതുപോലെ കല്ലെറിയുന്നവർക്കറിയാമോ എന്ന മുൻ DGP സിബി മാത്യൂസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ലേഖനം. അപ്പൊ ആ ലേഖനം ആരംഭിക്കുന്നത് തന്നെ ലിയോ ടോൾസ്റ്റോയുടെ ഒരു വേർഡ്സ് വെച്ചിട്ടാണ്. ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയിറ്റ്സ് എന്ന വരികൾ എടുത്തു പറഞ്ഞുകൊണ്ട്. അപ്പോൾ സിബി മാത്യൂസ് എന്ന പ്രഗത്ഭനും സത്യസന്ധനുമായി ആയ ഒരു കുറ്റാന്വേഷകൻ, ജോളി വധം, അതുപോലെ ഐസക് വധം, കല്ലുവാതുക്കൽ, വ്യാജമദ്യ ദുരന്തം പോലുള്ള ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനത്തെ ഒരു മനുഷ്യൻ പിന്നീട് ചാരക്കേസില് വിചാരണയ്ക്ക് വിധേയനാകുന്നതും ഒക്കെ ആ ലേഖനത്തിലൂടെ അദ്ദേഹം വളരെ തുറന്നു കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും നീതിയും സത്യവും എല്ലാം കാലം തോറും തെളിയുന്നുവെന്നൊരു വിശ്വാസത്തിന്റെ സാക്ഷ്യം കൂടിയാണ് ആ ഒരു ലേഖനം എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു വ്യക്തിത്വം, എനിക്ക് കൂടുതൽ പരിചിതമല്ലാതിരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് മാർ പൗവത്തിൽ എന്ന പിതാവ്. അത് ഇടയന്റെ പ്രവാചക ശബ്ദം എന്ന ഒരു തലക്കെട്ടോടുകൂടി നൽകിയിട്ടുള്ള ഒരു ലേഖനമാണ്. അപ്പൊ അതിൽ അദ്ദേഹം ഉറങ്ങാത്ത കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മാർ പൗവത്തിൽ എന്ന പിതാവിനെ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ വ്യക്തിത്വങ്ങളെയും നേരിൽ കണ്ടും അവരുമായി നേരിട്ട് സംവദിച്ചുമാണ് ലേഖകൻ തന്റെ ലേഖനങ്ങൾക്ക് ജീവൻ കൊള്ളിക്കുന്നത്. ഓരോ എഴുത്തിനു പിന്നിലും അദൃശ്യമായിട്ടുള്ള ഒരു പരിശ്രമവും അന്വേഷണാത്മകതയും സമീപനവും ഒക്കെ ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഓരോ ലേഖനങ്ങളിലും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലേഖനങ്ങള് വിവരങ്ങളുടെ വെറും ഒരു സമാഹാരമായിട്ടല്ല, എന്നാല് അനുഭവങ്ങളുടെ
സത്യസന്ധമായിട്ടുള്ള രേഖകളായി മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഇനിയും ഒരുപാട് ലേഖനങ്ങൾ, ജീവൻ അമൂല്യം എന്ന ആശയത്തെ ആസ്പദമാക്കി അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങള്, ബുദ്ധമതം ചില ചിന്തകൾ എന്ന ലേഖനം, ഇതൊക്കെ വായിക്കുമ്പോഴും ഇതിലെല്ലാം ഒരുപാട് മതങ്ങളുടെ കാഴ്ചപ്പാടുകളെല്ലാം പറഞ്ഞുകൊണ്ടും ഒരുപാട് പുരാണങ്ങളിലെയും ഒക്കെ നല്ല ആശയങ്ങളെയും എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് വായനക്കാരില് വലിയൊരു ജീവിതത്തിലേക്ക് പകർത്താൻ ഒരുപാട് നന്മകള് നൽകുന്ന ഒരുപാട് നല്ല ലേഖനങ്ങള്. അപ്പൊ ഇതെല്ലാം ഞാൻ വളരെ ആസ്വദിച്ച് വായിച്ച ലേഖനങ്ങളാണ്. ഓരോ ലേഖനങ്ങളും ഇങ്ങനെ വായിക്കുമ്പോൾ അടുത്തത് കൂടി വായിക്കാനുള്ള ഒരു പ്രചോദനം എന്നിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. അതില് ഏറ്റവും കൂടുതൽ തലക്കെട്ടുകളാണ് എന്നെ ആകർഷിച്ചത്. അതുപോലെ ഇതില് ഒരു 8ഓളം ലേഖനങ്ങള് അദ്ദേഹം ആകാശവാണിയില് സുഭാഷിതം എന്ന പരിപാടിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ലേഖനങ്ങളാണ്. അപ്പൊ അതിലും ഒരുപാട് ജീവിതത്തിലേക്ക് നമുക്ക് എടുക്കാവുന്ന ഒരുപാട് നല്ല നന്മകളെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പൊ അതില് എടുത്തു പറയാനായിട്ട് എനിക്ക് തോന്നിയ ഒരു ലേഖനം, നിശബ്ദത നീക്കുപോക്കിനുള്ള മാർഗം എന്നൊരു ലേഖനം വായിക്കുകയുണ്ടായി. അപ്പൊ അതില് ജീവിതത്തിലേക്ക് എനിക്ക് എടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ കിട്ടി എന്നുള്ളതാണ്. ഒരു സന്ദർഭം നമ്മൾക്ക് നേരിടാനായിട്ട് സാധിക്കാത്ത ഒരു സന്ദർഭത്തിൽ നമ്മൾ അകപ്പെട്ടു പോകുമ്പോൾ ആ ഒരു സന്ദർഭത്തിന്റെ കുരുക്കഴിക്കാനായിട്ട് നിശബ്ദത എന്നത് എങ്ങനെയൊരു നല്ല മാർഗമാക്കി എടുക്കാം എന്നുള്ളൊരു വലിയ ഇത് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനൊരുപാട് ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു കാര്യം ലേഖനം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രലോഭനം, പ്രതികരണം, നീതി പോലുള്ള ഒരുപാട് നല്ല മൂല്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മൂല്യങ്ങളെയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന ലേഖനങ്ങളാണ് ഒരു 8ഓളം ലേഖനങ്ങൾ. അപ്പോ വളരെ ആസ്വദിച്ച് ഞാൻ വായിച്ച ഒരു ലേഖനമാണ്. അപ്പോൾ ഇതെല്ലാവരും തന്നെ വായിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം ഒരുപാട് കൂടി ഞാൻ പറഞ്ഞ് അതിനെ എല്ലാവർക്കും വായിക്കാനുള്ള ആ ഒരു ത്രില്ല് ഞാൻ കളയുന്നില്ല. എല്ലാവരും ആകാംക്ഷയോടെ അത് വായിക്കണം എന്ന് തന്നെ പറയാണ്. അപ്പോ ഈ ഒരു സാറിന്റെ ഒരു പ്രസൻസിൽ ഇത് അവതരിപ്പിക്കാനായിട്ട് സാധിച്ചതിലും അതിനൊരു അവസരം ഉണ്ടാക്കി തന്ന കൃഷ്ണകുമാർ മാഷ്, ഹിര ടീച്ചർ, കോളേജിന്റെ അധ്യാപകര്, അതുപോലെ ഞാനിവിടെ തോമസ് സാറിനെ കാണുകയുണ്ടായി. തോമസ് സാറ് പങ്കെടുത്തതായിട്ട് കണ്ടു. വളരെ സന്തോഷം. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും ഈ ഒരു ലേഖനം വായിക്കാനായിട്ട് ശ്രമിക്കണം എന്നുകൂടി പറയുന്നു. നന്ദി, നമസ്കാരം. നന്ദി ചിഞ്ചന. ഈ പുസ്തകത്തിന്റെ രചയിതാവ് തോംസൺ ആന്റണി സാർ നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ സാറിനെ തന്റെ എഴുത്താനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി ക്ഷണിക്കുന്നു. ഞാൻ എൻ്റെ എഴുത്താനുഭവങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ സുസ്മിത ടീച്ചർ എൻ്റെ ക്ലാസ്മേറ്റാണ് എം.എഡിന്. ഞങ്ങൾ ഒന്നിച്ച് സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസിൽ പഠിച്ചതാണ്. ഫസ്റ്റ് ബാച്ചായിരുന്നു ഞങ്ങൾ ഗാന്ധിജി യൂണിവേഴ്സിറ്റിയുടെ. പിന്നെ ആ ബാച്ചിൽ തന്നെ ഞാനിപ്പോൾ ഡോക്ടർ രേഖയെ കാണുന്നുണ്ട്. ഇവർ രണ്ടുപേരുമാണ് കാണുന്നത്. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. മൂത്തവണ്ണം ട്രെയിനിങ് കോളേജിനെ കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുമുണ്ട്. അതിൻ്റെ പൈതൃകവും ഒക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ തന്ന എനിക്ക് വലിയൊരു അംഗീകാരമാണ്. അതിന് ഞാൻ പ്രത്യേക നന്ദിയുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ പുസ്തകം എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കാണ്. അത് നോക്കുമ്പോൾ അറിയാം. അതിൻ്റെ സിറിയക്കുണ്ട്, പോൾ വർഗീസിനെ കാണുന്നു, അങ്ങനെ കുറച്ച് പേർ കാണുന്നു. ഏതായാലും കൃഷ്ണകുമാർ സാറ് ഇതിനകത്ത്, സാറിനെ എനിക്ക് നേരിട്ട് കണ്ടില്ലെങ്കിലും സാർ ഈ ഞങ്ങളുടെ ഒരു ബി.എഡ് ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പുണ്ട്, അതിൽ സാറ് വളരെ സജീവമാണ്. അപ്പം സാറ് എൻ്റെ ഈ ആകാശവാണി സുഭാഷിതമൊക്കെ ഞാൻ അവിടെ ഇടുമ്പം സാറ് കമൻറ്റും ഒക്കെ ഇടാറുണ്ട്, കാണാറുണ്ട്. സന്തോഷമുണ്ട് എല്ലാവരും നമ്മളെ ഇവിടെ കാണാനായിട്ട് പറ്റിയതിൽ. പുസ്തകത്തിൽ പിന്നെ ചിഞ്ചിന ഇവിടെ അവതരിപ്പിച്ച ചിഞ്ചിന ജോഷി എൻ്റെ സുഹൃത്തും കൊളീഗുമായ മഹാരാജ് കോളേജിലെ തോമസ് ആന്റണി എന്ന് പറഞ്ഞൊരു സാറുണ്ട്.
ആ സാറ് എൻ്റെ സ്റ്റുഡൻറ്റും കൂടിയാണ് എന്ന് ഈ ലിങ്ക് ഞാൻ കൃഷ്ണകുമാർ സാർ പറഞ്ഞ പ്രകാരം അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു. അതും ഈ അവസരത്തിൽ ഓർക്കുക. ചിഞ്ചിന നല്ല ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നൊക്കെ മഹാരാഷ്ട്രയിലെ ഇങ്ങനെ കിട്ടും. അപ്പോൾ അത്രയും കാര്യങ്ങൾ. പിന്നെ പുസ്തകത്തെക്കുറിച്ച് എല്ലാം ഇവിടെ ചിഞ്ചിന ഇവിടെ അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് പറയാനായിട്ട് സാറേ, കൃഷ്ണകുമാർ സാറേ, സമയം എത്രയാ ഇത് വൈൻഡപ്പ് ചെയ്യുന്നത്? ഇല്ല സാറേ, സാറിന്റെ സൗകര്യം ഇതിൽ പരമാവധി എത്ര സമയം വേണമെങ്കിലും എടുക്കാം സാർ. സാർ അല്ല, എന്നാലും നമുക്കൊരു ടൈം ലിമിറ്റ് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ ഈ പല മാഗസിനിലും പത്രത്തിലും ഒക്കെ വന്നതാണ്. ഇപ്പോൾ എൻ്റെ സുഹൃത്താണ് വിനു എബ്രഹാം, നമ്മുടെ സെല്ലുലോയിഡ് സിനിമയുടെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെയാണ് അദ്ദേഹം. വേറെയും പടങ്ങളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഷോർട്ട് ഫിലിമിന് നാഷണൽ അവാർഡ്, അപ്പോൾ അദ്ദേഹം നാഷണൽ അവാർഡ് കിട്ടിയ ആളാണ്. അതേ എന്നെ നിർബന്ധിച്ചാണ് ഞാൻ ഈ പുസ്തകം ഇറക്കിയത്. അത് കോതമംഗലത്തുള്ള സൈഗതം പബ്ലിഷേഴ്സാണ് അത് ഇറക്കിയിരിക്കുന്നത്. അപ്പം ഏതായാലും അതൊരു നല്ല കാര്യമായിട്ട് എനിക്കും തോന്നി. പിന്നെ കാരണം ഇതെല്ലാം സമാഹരിച്ച് എല്ലാം ഒന്നിച്ച് അത് നിയമസഭയിലെ പുസ്തകോത്സവത്തിന് അത് അവിടെ എക്സിബിറ്റ് ചെയ്യുകയും ആൾക്കാരൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകുന്നതൊക്കെ ഞാൻ അവിടെ സന്ദർശിച്ചപ്പോൾ കണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ അത് ചിഞ്ചിന ഇവിടെ പറഞ്ഞത് തന്നെ സിനിമയാണ് എൻ്റെ പ്രധാന വിഷയം, എൻ്റെ ഇഷ്ട വിഷയം. കാരണം ഞാൻ ഈ ഷോലയൊക്കെ നിങ്ങൾ പറയുന്നത് 50 കൊല്ലമാണെങ്കിലും ഞാൻ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിൽ കാണാതെ പറയാതെ പോയി കണ്ട് ഒരു വലിയ അനുഭവം. അന്ന് ആ കാലത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ, ഒരു 70mm സിനിമ ഒക്കെ കാണുക എന്ന് പറഞ്ഞാൽ ഇന്ന് അത് കിട്ടത്തില്ല ഒരു കാലത്തും. കാരണം ആ പ്രായത്തിൽ അത് കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇന്ത്യൻ സിനിമയിലെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതായിരുന്നു ഷോല. അതായിരുന്നു എൻ്റെ സിനിമാ കാഴ്ചയുടെ സിറ്റിയിലെ സിനിമാ കാഴ്ചയുടെ തുടക്കം. ഗ്രാമപ്രദേശങ്ങളിലൊന്നും B ക്ലാസ് C ക്ലാസ് തിയേറ്ററുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും അതാണ് ആ ലേഖനത്തിൻ്റെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന സംഗതികൾ വർഷങ്ങളായിട്ടുള്ളതാണ്. ഞാനത് ഈ 50 കൊല്ലമായപ്പോൾ അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടായി. അങ്ങനെയാണ് അത് എഴുതിയത്. പിന്നെ ഈ സത്യജിത്രയുടെ ആണ് തുടങ്ങുന്നത് നമ്മുടെ പുസ്തകത്തിൻ്റെ. സത്യജിത്ര എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പതേർ പഞ്ചലിയൊക്കെ പതേർ പാഞ്ചാലി എന്ന് പലരും പറയും. ഞാനൊന്ന് പറയാം, പതേർ പാഞ്ചലി എന്നാണ് അതിൻ്റെ വാക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇത്ര വർഷമായി, 100 വർഷമാണുണ്ടായി അദ്ദേഹം. അതിനോടനുബന്ധിച്ച് അദ്ദേഹം അന്തരിച്ചിട്ട്, അപ്പോൾ അതിനോട് 100 വർഷമല്ല, 100ാം ജന്മദിനത്തിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ചതാണ് സത്യജിത്ര എന്ന ഇതിഹാസം എന്നുള്ളത്. ആദ്യം തുടങ്ങുന്ന സത്യജിത്രയാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ പ്രതിഭ സത്യജിത്രയാണല്ലോ. പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് അത്ര പരിചിതമല്ലാത്ത ഗൊദാർഡ് എന്ന് പറഞ്ഞ ഒരു ഫിലിം മേക്കർ ഉണ്ട്. ഗൊദാർഡ് അദ്ദേഹമാണ് നവതരംഗ സിനിമയുടെ ഗോഡ് ഫാദർ. അതായത് ഈ മൊണ്ടാഷ്, ഇങ്ങനെ പല വൈരുദ്ധ്യങ്ങളായ ഷോട്ടുകളിൽ നിന്ന് ആശയം കൊണ്ടുവരുന്ന, അതൊക്കെ സിനിമയിൽ കൊണ്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ ആയിരുന്നു രണ്ടാമത്തെ. വലിയ ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഇതുപോലെ തന്നെ അദ്ദേഹം മരിച്ച സമയത്താണ് ഞാനത് എഴുതിയത്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ ഞാൻ ഫെസ്റ്റിവലിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പിന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എം ഡിയെ കുറിച്ച് എനിക്ക് പറയാനായി, MD സാറിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് ഒത്തിരി വാക്കുകളുണ്ട്. അതൊക്കെ ഇവിടെ പറഞ്ഞാൽ, അദ്ദേഹത്തെ പോയി കണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. അവിടെ 1 മണിക്കൂർ ഞങ്ങൾക്ക്, ഞാനും എൻ്റെ സുഹൃത്ത് വിനുവും കൂടാണ് പോയത്. അദ്ദേഹം മിതഭാഷിയാണ്, സംസാരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷവും നമ്മൾ രണ്ടാമൂഴവും അദ്ദേഹത്തിൻ്റെ താഴ്വാരവും വടക്കൻ വീരഗാഥയൊക്കെ പറയുമ്പോൾ അദ്ദേഹം അങ്ങ് സന്തോഷം കൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് സമയം പോലും അദ്ദേഹം ആകാശവാണിക്കകത്ത് നിന്നിട്ട് അതുപോലും ബ്രേക്ക് ചെയ്തായിരുന്നു. അതൊരു വലിയ സംഭവമായിരുന്നു 5 കൊല്ലം മുമ്പ്. അത് MDയുടെ സിനിമകളെ കുറിച്ചുള്ള അതാണ് ആദ്യത്തെ ഒരു ലേഖനം. അതുപോലെ തന്നെ രണ്ടാമത് MDയുടെ നോവലുകളെ കുറിച്ചുള്ളതാണ് ഭാഗ്യമുദ്ര. പിന്നെ MDയെ ചെന്ന് കണ്ട ആ സംഭവം, രംഗം എന്നുള്ളൊരു സിനിമ ഒക്കെ വെച്ചാണ് പറഞ്ഞത്. രംഗം വലിയ ബോക്സ് ഓഫീസിലെ വലിയ ഹിറ്റായിട്ടില്ല, മോഹൻലാൽ കഥാപാത്രമായ. പക്ഷെ അതൊരു വലിയ ക്ലാസ് ഫിലിമായിരുന്നു. അതിനെ പറഞ്ഞ് ആണ് ഞങ്ങൾ തുടങ്ങുന്നതും ഒക്കെ. അത് അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കണ്ടാൽ അത് മനസ്സിലാവും. ആ സിനിമയുടെ ഒരു വലിയ ഒരു സംഭവമായിരുന്നു. പിന്നെ അങ്ങനെ MD എന്നത്. പിന്നെ അദ്ദേഹത്തെ നിങ്ങൾ ചിഞ്ചിനെ ഇവിടെ പറഞ്ഞ പോലെ നേരിട്ട് കാണാത്ത ഈ 2 പേരേ ഉള്ളൂ നമ്മുടെ
സത്യജിത്രേ അദ്ദേഹത്തെ കാണാനുള്ള, അതുപോലെ തന്നെ ഹോളിവുഡിലെ ഗൊദാർഡിനെ കാണാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ നേരിൽ കണ്ട്, ഈ ഏതാനും കുറച്ച് പേർ ഒഴിച്ച് ചെന്ന് കണ്ടുള്ള ഒരു സൗഹൃദം. അപ്പം അടുത്തത് നമ്മൾ വരുന്നത് ജോർജ് സാർ എന്നാണ്. എനിക്ക് അത്രയ്ക്ക് ആദരവാണ് അദ്ദേഹത്തോട്. കാരണം ജോർജ് സാറിനെ സിനിമകൾ ഇവിടെ പല ഫിലിം മേക്കേഴ്സും പറഞ്ഞു 40 കൊല്ലം മുമ്പുള്ളത് തന്നെയാണ് വീണ്ടും വീണ്ടും അത്രയും ഉള്ളത് ഇതേവരെ വന്നിട്ടില്ലെന്നാണ് പ്രഗത്ഭരായിട്ടുള്ള സിനിമാക്കാർ പറയുന്നത് ഇപ്പോഴും. ഉദാഹരണം, എത്രയോ സിനിമകളാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്വപ്നാടനം തൊട്ട് ലാസ്റ്റത്തെ ഇലവൻകോട് ദേശം വരെ കിടക്കുന്നത്. അതിനകത്തെ ഒരു 5 തൊട്ട് ഒരു 10 വരെ എന്നും നിലനിൽക്കുന്ന സിനിമകളാണ്. ഉദാഹരണം യവനിക, അല്ലെങ്കിൽ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, അല്ലെങ്കിൽ എന്താണ് ഗണേഷ് കുമാർ ആദ്യമായിട്ട് ഇതിനകത്ത് വന്ന എന്താണ് സിനിമ, ഞാൻ പെട്ടെന്ന് ഗണേഷ് കുമാർ അവതരിപ്പിച്ച ഒരു സിനിമ ഉണ്ടല്ലോ 85 കാലത്ത് റിലീസ് ചെയ്ത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ആദാമിൻ്റെ വാരിയല് പോലുള്ള സിനിമകൾ, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ ക്ലാസിക് സിനിമകൾ തന്നെ. അപ്പം ജോർജ് സാറിനെ അവസാനം ഞാൻ പോയി കാണുന്നത് ഇവിടെ വൈറ്റിലെ വെച്ചാണ്. അദ്ദേഹം തീരെ അവശനായിട്ടിരിക്കുന്ന സമയം 2018 നവംബറാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹത്തെ ചെന്ന് കണ്ട് എൻ്റെ ലേഖനം 19 സിനിമകളെ കുറിച്ച് ഇത് വായിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഭയങ്കര സന്തോഷത്തോട്, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനേ, ഞാൻ സാറിൻ്റെ ഒരു ഫാനാണെന്ന് പറയുമ്പോൾ പുള്ളി അങ്ങ് ചിരിച്ചു. സാറിൻ്റെ ഫാനെന്ന്, ജോർജ് സാറിൻ്റെ. സാറ് വീൽ ചെയറിൽ ഇരിക്കുകയാണ് അവിടെ സിഗ്നേച്ചർ എന്നുള്ള കെയർ ഹോമിലാണ്. അപ്പോൾ അങ്ങനെ വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമായിരുന്നു അത് സാറിനെ ആയിട്ട് കാണുന്നത്. അത് ജോർജ് സാറിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചവടിപ്പാലമായാലും അങ്ങനെ എത്രയോ പടങ്ങളാണ്. അതൊക്കെ നമുക്ക് പിന്നീട് പല സിനിമകളിലും കാണാൻ നോക്കും. ഉദാഹരണം ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, അതിൻ്റെ ഉദയനാണ് താരം, അത് വേറെ രീതിയിലാണ്. പഞ്ചവടിപ്പാലം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വേറെ ഒരു തലത്തിലാണ് സന്ദേശം വരുന്നത്. അങ്ങനെ ഓരോ സിനിമകൾ അങ്ങനെ ഓരോ സിനിമകൾ എടുക്കുമ്പോഴും വളരെ വ്യത്യസ്തമായ ഒരു സിനിമയായിട്ട് വേറൊരു സിനിമ യാതൊരു ബന്ധവും ഇല്ല. അതങ്ങനെ ഒരു ഫിലിം മേക്കറാണ്. അതാണ് കാലത്തിന് മുമ്പേ യവനിക ഉയർത്തിയ എന്നുള്ള സിനിമയാണ്. അത് ഏൽക്കാലം നിലനിൽക്കുന്ന സിനിമകളാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ എം.ജെ. രാധാകൃഷ്ണൻ എന്നുള്ള ക്യാമറാമാൻ എന്ന് പറഞ്ഞാൽ ഈ നാച്ചുറൽ ലൈറ്റാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പോൾ ഒഥല്ലോയെ ബേസ് ചെയ്തുള്ള ജയരാജിൻ്റെ സിനിമകളായാലും ഒക്കെ അദ്ദേഹത്തെ ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്താണ് മങ്കൊമ്പ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ പോയി ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണുന്നതും ഇതൊക്കെ സംസാരിക്കുന്നത്. അദ്ദേഹം ഇവിടെ പറഞ്ഞു പോയി. അദ്ദേഹം ഒരു വലിയ പ്രതിഭയായിരുന്നു എം.ജെ. രാധാകൃഷ്ണൻ. അതുപോലെ തന്നെ ഇപ്പം ഈ നവതരംഗ സിനിമകളുടെ ഇവിടെ പറഞ്ഞു, ഇതിൻ്റെ വയലൻസ് കാര്യങ്ങളെ ഒക്കെ ഭയങ്കര ഇതാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒത്തിരി ചില സിനിമകളൊക്കെ ഒരു ഹിന്ദി സിനിമ ഉണ്ട് കില്ലെന്നാണ്, അതൊക്കെ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്തൊക്കെ ഭയങ്കര വയലൻസും ഇപ്പം ലഹരിയും ഒക്കെ ഉള്ള ഒരു മൂല്യങ്ങൾ പോയിട്ട് അത് കണ്ടുപഠിക്കുന്നു എന്നുള്ളതാണ് യുവതലമുറ. ഞാനൊരു അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഇവിടെ, ശരിയാണ്. ഇതുപോലെ ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്നു. അതുപോലെ തന്നെ ട്രെയിനിങ് കോളേജുകൾ, പലയിടത്തും ട്രെയിനിങ് കോളേജുകളിൽ ഞാൻ വർക്ക് ചെയ്തു. ഉദാഹരണം നമ്മുടെ പൂത്തോട്ട ട്രെയിനിങ് കോളേജ്, സഹോദരൻ അയ്യപ്പൻ മെമ്മോറിയൽ, അതുപോലെ തന്നെ MSM ട്രെയിനിങ് കോളേജ് ചെങ്ങന്നൂർ, അതുപോലെ തന്നെ തോട്ടക്കാട് BEd സെൻറ്റർ. പിന്നെ ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്നു നീണ്ടകാലം. അപ്പം സിനിമകളെ കുറിച്ച് അങ്ങനെ എനിക്ക് ഒത്തിരി ഇതാണ്. ഇപ്പൊ ശ്രീനിവാസൻ ലാസ്റ്റത്തെ, ഇപ്പം നമ്മുടെ ശ്രീനിവാസൻ കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ എത്രയോ സിനിമകളുണ്ട്. പക്ഷേ അദ്ദേഹം അവതരിപ്പിച്ച ക്യാരക്ടേഴ്സ് ഭയങ്കര, അത് പലരും പല ലേഖനങ്ങളിലും ഒരുപക്ഷെ കാണുമെന്ന് അറിയത്തില്ല. മുനിയാണ്ടി എന്നുള്ളൊരു കഥാപാത്രമുണ്ട് ചിദംബരത്തിൽ, അരവിന്ദൻ്റെ. അതൊരു ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ ജോർജിൻ്റെ പഞ്ചവടിപ്പാലത്തിലെ ഒരു വികലാംഗൻ, അതൊക്കെ എന്നും അദ്ദേഹം ഡയറക്റ്റ് ചെയ്യാതെ തിരക്കഥ ചെയ്യാത്ത അദ്ദേഹം അഭിനയിച്ച സിനിമകളെ ഇതൊക്കെ കാണേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ 2 സിനിമകൾ എക്കാലവും നിലനിൽക്കുന്നതാണ്. ചിന്താവിഷ്ടയായ ശ്യാമളയും അതുപോലെ തന്നെ വടക്ക് നോക്കി യന്ത്രവും. അപ്പോൾ ശ്രീനിവാസൻ, അങ്ങനെ എല്ലാം ഇവരൊക്കെ തന്നെ. അപ്പം ഇങ്ങനെയുള്ള ഇതിലേക്ക് ഇവിടെ പറഞ്ഞത് ശരിയാണ്, ഒരു വാതായനം തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഈ മൊത്തത്തിലെ ഇത് ആർക്കും വായിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് പോകാനുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്.
പിന്നെ അടുത്തത് സാഹിത്യം എനിക്ക് ഭയങ്കര ഇതാണ്. എപ്പിക്കുകൾ എനിക്ക് വലിയ ഇഷ്ടമുള്ളതാണ്. ഈ 3 എപ്പിക്കും, രാമായണമായാലും മഹാഭാരതമായാലും നമ്മുടെ ഹോമറിന്റെ ഇലിയഡ് ആയാലും, ഈ 3ഉം എനിക്ക് ഭയങ്കര ഇതാണ്. അതുകൊണ്ട് ഈ 3ലെയും എലമെന്റ്സ്, കോമൺ എലമെന്റ്സ് ആണ് പലതും. അത് ഞാൻ അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പം സ്ത്രീ ഒരു പ്രധാന കഥാപാത്രമാകുന്നു 3ലും. ദ്രൗപദി ഒരിടത്ത്, മറ്റിടത്ത് സീത, അപ്പുറേ ഹെലൻ. ഇങ്ങനെ ഈ 3 അത് അവരുടെ ഈ യുദ്ധമൊക്കെ നടക്കുന്നത് ഒരു ദ്വീപസമൂഹം ഇലിയഡ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ ലങ്ക രാമരാവണ യുദ്ധം, അപ്പോൾ ഒരു ഐലൻഡിലാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഒത്തിരി ദേവതകളും ദേവന്മാരും സപ്പോർട്ട് ചെയ്യുക ഇലിയഡിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ മഹാഭാരതത്തിലുമൊക്കെ കാണാം. കഥാപാത്രങ്ങൾ ഭയങ്കര ഉജ്ജ്വല കഥാപാത്രങ്ങൾ, ഭയങ്കര വാറിയേഴ്സ്, അക്കിലീസിനെ പോലുള്ള, ഹെക്ടറിനെ പോലുള്ളവർ അവിടെ ഹോമറിൻ്റെ ഇലിയഡിൽ, കർണനെ പോലുള്ള, ഭീമനെ പോലുള്ള ഭയങ്കര ക്യാരക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് സാദൃശ്യങ്ങളെല്ലാം കാണാം. അതെല്ലാം കൂടെ സമാഹരിച്ച, എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചതാണ് ആ ലേഖനം. ഇതിഹാസത്തിലെ അത്ഭുതകരമായ സാദൃശ്യം. ഇതെല്ലാം 10th സെഞ്ചുറി, 7th സെഞ്ചുറി, 5th സെഞ്ചുറി BC-യിലാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഇതൊക്കെ എഴുതപ്പെട്ട കാലഘട്ടം. അപ്പോൾ അതാണ് സാഹിത്യം. അതുപോലെ തന്നെ യൂറിപ്പിഡസ് എന്ന് പറഞ്ഞ സോഫോക്ലിസ്, യൂറിപ്പിഡസ് ഒക്കെ ഒരു വലിയ ഗ്രീക്കിലെ വലിയ റൈറ്റേഴ്സാണ്, പഴയ നാടകകൃത്തുക്കളാണ്. യൂറിപ്പിഡസിൻ്റെ സ്ത്രീപക്ഷ നാടകമാണ് മീഡിയ. അത്രയും കാലത്ത് സ്ത്രീകൾക്ക് അന്ന് അവകാശമൊന്നുമില്ല, അടിമകള്, സ്ത്രീകളെ ഇവർക്കൊന്നുമില്ല. പക്ഷെ സ്ത്രീപക്ഷപാതിയായ യൂറിപ്പിഡസ് മീഡിയ എന്ന നാടകം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഗതിയാണ്. അത് ഈ കുട്ടികൾക്കൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട്, അതൊന്ന് എടുത്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ സ്ത്രീകൾ അവളെ വഞ്ചിക്കുന്നു, അതിൻ്റെ പ്രതികാരമൊക്കെ അക്കാലത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് BC-യിലാണ് ഈ സംഭവം. അതൊക്കെ അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതാണ് മീഡിയ എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. പിന്നെ സാഹിത്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ബുദ്ധമതം, അതിൻ്റെ ഒരു കാലഘട്ടം. ഈ ബുദ്ധ മതത്തിൻ്റെ ഒരു മറ്റുള്ള മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റിലിജൻ വിത്തൗട്ട് ഗോഡ് എന്നുള്ളതാണ് ബുദ്ധമതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഗോഡ്, ലൈഫ് ആഫ്റ്റർ ഡെത്ത്, ഇതൊക്കെ നമുക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യം, അതൊന്നും അതിനകത്ത് പറയുന്നില്ല ബുദ്ധമതത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു ജൈനമതവും ബുദ്ധമതവും ഒരു വേറിട്ട മതങ്ങളാണ്. ഓറിയന്റൽ റിലിജൻസ് ആണല്ലോ ഇത് രണ്ടും. മറ്റേ സെമറ്റിക് മതങ്ങളിൽ നിന്നുള്ള വ്യത്യാസം, ഇതെല്ലാം വളരെ ഇതായിട്ട് ഞാൻ അവിടെ ബുദ്ധമതത്തിലെ അതിനകത്ത് എഴുതിയായിരുന്നു. അപ്പം അതും ഒരു വാതിലാണ് നിങ്ങൾക്ക് പോകാനായിട്ട്, ബുദ്ധമതം. അതുപോലെ തന്നെ അപ്പം ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ആകാശവാണി എന്നെ വിളിച്ചു കഴിഞ്ഞ ഏപ്രിലും കഴിഞ്ഞ ഒക്ടോബറിലും അവർക്ക് സുഭാഷിതങ്ങളെ അവതരിപ്പിക്കാനായിട്ട്. അപ്പം അതിനകത്ത് അവതരിപ്പിച്ചത് ഇതാണ്, ഈ പറഞ്ഞ ആദ്യം 4 എണ്ണം. അതൊക്കെ ഈ വാല്യൂസ് ഒക്കെ വെച്ചിട്ടാണ്. ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് നിശബ്ദത, അതുപോലെ ഉത്തമ സ്നേഹിതർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലതും അങ്ങനെ പറയുന്നത്. നീതി എന്താണ്, സത്യമേവ ജയത, അതുപോലെ തന്നെ മാ നിഷാദ, ഇങ്ങനെയൊക്കെയുള്ള വെച്ചിട്ടുള്ള. രാവിലെ 5:55-നാണല്ലോ സുഭാഷിതം, രാത്രി 11 മണിക്കും. അങ്ങനെ 4 4 8 സുഭാഷിതം രാവിലെയും വൈകിട്ടുമായിട്ട് ആകാശവാണിയിൽ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ പ്രൈവറ്റ് റേഡിയോ ഉണ്ട് ഇവിടെ തന്നെയുള്ള സ്വകാര്യ റേഡിയോയിൽ ഞാൻ ഈ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ +2 കഴിഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത്രയും ഒക്കെ ആണ് എൻ്റെ ഒരു ഇതിനെനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും, വായിക്കുന്നവരും ഒക്കെ പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നിങ്ങൾ പറഞ്ഞ ചില വ്യക്തിത്വങ്ങൾ, അതായത് സിസ്റ്റർ റാണി മരിയ, എൻ്റെ സുഹൃത്ത് ഒരു ജോണി കേസി ഉണ്ട്, ഈ പുല്ലുവഴിയാണ് അദ്ദേഹം ചീഫ് കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്, ഈയിടെ IRS ആണ്. ആ പുല്ലുവഴി ഗ്രാമത്തിലെ പ്രഗത്ഭരായിട്ടുള്ള പലരും ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് P. ഗോവിന്ദപിള്ള, PG, അല്ലെ PKV, അല്ലെ നമ്മൾ നാണപ്പൻ എന്ന് പറയുന്ന MP നാരായണപിള്ള, അങ്ങോട്ട് ഇച്ചിരി മാറിയ ജയറാമ്, മലയാറ്റൂർ രാമകൃഷ്ണന്, അങ്ങോട്ട് മാറിയ ബാബു പോള്, അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ സ്പീക്കർ PP തങ്കച്ചന്, ഇങ്ങനെയൊക്കെയുള്ള പുല്ലുവഴി എന്നുള്ള ഗ്രാമത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഹർത്താൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഹർത്താൽ ഇല്ല, അങ്ങനത്തെ ഒരു പ്രത്യേകമുള്ളൊരു നാടാണ്. അപ്പം അവിടുത്തെ അവിടെയാണ് ഇവര് ജനിച്ചത് വളർന്നത്, ഈ സിസ്റ്റർ റാണി മരിയ.
അവരുടെ ഒരു രക്തസാക്ഷി, അവരുടെ നാടിൻ്റെ ഒരു വലിയ വികാരവും കൂടിയാണെന്ന് എൻ്റെ സുഹൃത്ത് വഴിക്കാണ് ഞാൻ മനസ്സിലാക്കിയതും. അങ്ങനെയാണ് എനിക്ക് ആ ലേഖനം കൂടുതൽ അത് എഴുതാൻ 31 വർഷമായി ഇപ്പം അവരെ ഘാതകരെ ഇവിടെ വെച്ച് നോർത്ത് ഇന്ത്യയിൽ വധിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെയാണ് അത് എഴുതുന്നത്. അതുപോലെ തന്നെ ഞാൻ വേറിട്ട ചിന്തയിലൂടെ പലതും കാണുന്നത്, ഞങ്ങൾ ഈ ഡോക്ടർ സിബി മാത്യൂസ് IPS, അദ്ദേഹത്തിൻ്റെ നിർഭയം എന്ന പുസ്തകം വായിച്ചാൽ പല കാര്യങ്ങളും മനസ്സിലാവും. നിർഭയം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മലയാളി ഇങ്ങനെ മരിക്കണം. അദ്ദേഹത്തിൻ്റെ PhD തീസീസ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഈ ആത്മഹത്യ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ സോഷ്യോ ഇക്കണോമിക് ഇഫക്ട്സ് ഒക്കെയാണ്. അത് നിർബന്ധമായിട്ട് ഈ 2 പുസ്തകം വായിക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾ. അപ്പോൾ ആ പുസ്തകം വായിച്ചതിൻ്റെയൊക്കെ ബേസ് ചെയ്തും പലതും അനുഭവങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കേസ് ഇൻവെസ്റ്റിഗേഷൻ, പണ്ടത്തെ മദ്രാസിലെ മോൻ തൊട്ടുള്ള പണ്ടത്തെ മാർക്ക് ലിസ്റ്റ് തട്ടിപ്പ് തൊട്ട് ആദ്യം തുടങ്ങുന്നത്. പണ്ട് ഈ 0 കിട്ടിയവന് കൂടുതൽ സംപൂജ്യനായ അന്നത്തെ 80കളിലെ വലിയ വാർത്തയായിരുന്നു അന്ന്. അത് കഴിഞ്ഞിട്ടാണ് എൻട്രൻസ് എക്സാമിനേഷനൊക്കെ തുടങ്ങുന്നത്. എല്ലാം തട്ടിപ്പ്, മാർക്ക് ലിസ്റ്റ് തട്ടിപ്പ്. അദ്ദേഹത്തിൻ്റെ കറക്റ്റ് ഇൻവെസ്റ്റിഗേഷനാണ് അത് തെളിയിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ മദ്രാസിലെ മോൻ കേസ്. അതിങ്ങനെ വന്നിട്ട് ഒത്തിരി കേസുകൾ തന്നെ വന്നു. ഈ പറഞ്ഞ സൂര്യനെല്ലി, ഇതെല്ലാം ചുമ്മാ കേസ് തെളിയിച്ചില്ല, കോടതി ഇവരെയൊക്കെ ശിക്ഷിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഫോളോ അപ്പ് വരെ ചെയ്തിട്ടാണ് പുള്ളി മടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സത്യസന്ധനായ, അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ, കേരളം കണ്ട ഏറ്റവും വലിയ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ, അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് സംഭവിച്ചതെന്ന് ഒരു സ്റ്റഡി നടത്തി അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നെ വ്യക്തിത്വങ്ങൾ, മാർ പൗവത്തിലിനെ ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിനെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പലരും പല ആംഗിളിൽ കണ്ടത്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ കാണുന്ന, അദ്ദേഹത്തെ പറയുന്നതൊന്ന്, അദ്ദേഹം പറയുന്ന ഉറച്ച തീരുമാനത്തിലും കൺവിക്ഷനിലും ഉറച്ചു തന്നെ നിൽക്കുമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ധാരണകൾക്ക് എന്നും മൂല്യം, പണ്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്പം മൂല്യമായിട്ട് തോന്നുന്നു. അതാണ് ഈ പ്രവാചകൻ എന്ന് പറയുന്നത്. പ്രവാചകൻ നാളത്തെ കാണുന്നവനല്ല, ദൈവതുല്യമായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നവനാണ്, അതായത് വെറുതെ ഫോർട്ടെല്ലർ അല്ല. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചും ഞാൻ ഇതുപോലെ തന്നെ പഠിച്ച്, അദ്ദേഹത്തെ വർഷങ്ങളായിട്ട് നോക്കിക്കണ്ട് അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ജോണി KC വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് നോക്കി, എൻ്റെ സുഹൃത്താണ് ഇവിടെ ഇരിക്കുന്ന പുല്ലുവഴിക്കാരൻ ഇവിടെ ഇരിപ്പുണ്ട്. ബാബു എൻ്റെ സുഹൃത്താണ്. ബാബു ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കിയില്ല, അതിങ്ങനെ നോക്കിയാ പറഞ്ഞു. ബാബു വർഗീസ്, ഇവര് ഒരു 4-5 പേരാണ് എൻ്റെ ഏറ്റവും വലിയ സ്നേഹിതരെ. കാരണം ഇവരോ ഉള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ പല പ്രേരണകൾ ഈ പുസ്തകം എഴുതാനും ഒക്കെ പല ഒരു ഭയങ്കര ഒരു പ്രോത്സാഹനമാണ് ഇവർ തരുന്നത്. കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം, പിയർ ഗ്രൂപ്പിന്റെ ഒരു ഇൻഫ്ലുവൻസ് വലുതാണ്. പഠിച്ച കോളേജ് ഞങ്ങൾ SP കോളേജിലാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടിയ ഒരു ഇതാണ് ഈ സംഭവത്തിൻ്റെ എല്ലാം പിന്നിൽ. അപ്പം എന്നെ ഓരോന്നും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോഴും എന്നെ നമ്മൾ ഹനുമാനെ ജാമ്പവാൻ തള്ളിവിടുന്നെന്ന് പറഞ്ഞ പോലെ, ജാമ്പവാൻ തള്ളി വിട്ടിട്ടല്ലേ, പ്രോത്സാഹനം കൊടുത്തിട്ടില്ലേ പുള്ളി അപ്പുറേ സമുദ്രം കടക്കുന്നു എന്ന് പറഞ്ഞ രീതിയിലാണ് ഇവരെ. അപ്പൊ എനിക്കൊരിക്കലും അവരെ മറക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സ്നേഹത്തിന്റെ പുറത്താണ് ഞാൻ സമർപ്പിച്ചത് തന്നെ അവർക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന രേഖ പോലും നമുക്ക് കാണുമ്പോഴേ, കാരണം ഞാൻ ഓരോന്നിനും എനിക്ക് ഭയങ്കര ഈ ആകാശവാണിയുടെ ഒക്കെ ഇതൊക്കെ അതിപ്പോ പുള്ളിക്കാരത്തിന്റെ ഒക്കെ ഒരു എന്താണ്, ഒരു എൻകറേജ്മെന്റ് ഭയങ്കരമാണ്. അത് ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ ഓരോ കാര്യത്തിലും. അപ്പൊ ഇതൊക്കെയാണ് ഇത്രയൊക്കെയാണ് എൻ്റെ കാര്യങ്ങള്. അപ്പം വളരെ സന്തോഷം. പുസ്തകം ഓൺലൈനായിട്ട് സൈകതത്തിൽ നിങ്ങളെ ലിങ്ക് ഞാൻ നമ്മുടെ കൃഷ്ണകുമാർ സാറിന് ഞാൻ ഇട്ട് കൊടുത്തോളാം. വേണമെന്ന് ആവശ്യമുള്ളവർ ഓൺലൈൻ ലിങ്കിൽ വാങ്ങിക്കുക. അങ്ങനെയൊക്കെയാണ്. അപ്പൊ എല്ലാവരെയും കണ്ടതിലും ഈ വലിയ കോളേജിന്റെ പാരമ്പര്യമുള്ള വലിയ കോളേജാണ്, ട്രെയിനിങ് കോളേജ്. നമ്മുടെ സുമാർ എഴുക്കോട് സാറൊക്കെ പഠിപ്പിച്ച, മാസ്റ്ററൊക്കെ പഠിപ്പിച്ച പഠിച്ച ഞാൻ കേട്ട് ഒത്തിരി മൂത്തകുന്താൻ ട്രെയിനിങ് കോളേജിനെ പിന്നെ സുസ്മിതയും കൂടെ ആയി കഴിഞ്ഞപ്പം പിന്നെ കോളേജിന്റെ ഇത് അത്രയ്ക്ക് എനിക്ക് വലിയ ഇതാണ്. കാരണം ആ ഭാഗത്തെ ഏറ്റവും പഴയ പേര് കേട്ട കോളേജ് ആണെന്ന് എനിക്ക് പണ്ടേ അറിയാം. അപ്പോൾ എല്ലാവിധ സന്തോഷങ്ങളും എല്ലാം എൻ്റെ സുഹൃത്തുക്കളുണ്ട്, 1-2 പേരുണ്ട്. അവർക്ക് 1 മിനിറ്റ് കൊടുക്കാവോ സാറ്? കൊടുക്കാമെങ്കിൽ അവർ എന്തെങ്കിലും ഒന്ന് പറയാൻ. ഇനിയും ഒരുപാട് നല്ല പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി സാർ.
അടുത്തതായിട്ട് ഇന്ന് ഇവിടുത്തെ പുസ്തക നിരൂപണത്തിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുള്ള സമയവുമാണ്. സുസ്മിത ടീച്ചർ സംസാരിക്കാം. സാറിന് തോംസന്റെ ഫ്രണ്ട്സ് ആദ്യം സംസാരിക്കാൻ ഇരിക്കുന്നുണ്ടോ എന്ന് കേട്ടു. തീർച്ചയായിട്ടും. തോംസ, ഭയങ്കര സന്തോഷം. ഈ ഇത്തവണത്തെ വായനാഴ്ച വ്യാഴാഴ്ച എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. എൻ്റെ തന്നെ ഒരു ക്ലാസ്മേറ്റ്, എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു പുസ്തകമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. തോംസൺ എനിക്ക് ആ പുസ്തകം അയച്ചു തന്നപ്പോൾ തന്നെ ഞാൻ കൃഷ്ണകുമാർ സാറിന് അത് കൊടുത്തിരുന്നു. സാറ് പിറ്റേ ദിവസം തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറ് ടീച്ചർ ഇത് ഭയങ്കര പുസ്തകമാണിത്, ഇത് നമുക്ക് എന്തായാലും ഇത് വായനാഴ്ചയിൽ ഉൾപ്പെടുത്താം ടീച്ചറെ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടപ്പോഴ്. നല്ലൊരു പുസ്തകമാണെന്നുള്ളത്. അപ്പോ എനിക്കതൊരു ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെയാണ്. എൻ്റെ തന്നെ ഒരു ക്ലാസ്മേറ്റിന്റെ പുസ്തകം നമ്മുടെ കോളേജിൽ അവതരിപ്പിക്കുന്ന പറ്റിയതിലൊരു സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയാ, തോംസൺ ഒരു അധ്യാപകനായിട്ടും എത്ര സിനിമാ ലോകത്തെ കുറിച്ചും സാഹിത്യകാരന്മാരെ കുറിച്ചും മറ്റ് പല മേഖല എപ്പിക്കുകളെ കുറിച്ചും മൂല്യങ്ങളെ കുറിച്ചും എല്ലാം നിറച്ച് നമുക്ക് പുതിയ ജനറേഷനിൽ ഇപ്പൊ നമ്മുടെ ഈ കുട്ടികൾക്കൊക്കെ ഈ പുസ്തകം പല മുഖങ്ങളെയും പരിചയപ്പെടാൻ സാധിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. ചിഞ്ചിന അത് വളരെ നന്നായിട്ടാണ് ആ പുസ്തകം അവതരിപ്പിച്ചത്. അത് കേട്ടവർക്ക് എന്തായാലും ഈ പുസ്തകം വായിക്കാനായിട്ട് നല്ലൊരു പ്രചോദനം ചിഞ്ചിനയുടെ വാക്കുകളിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ആ ഒരു ഹെഡിങ്സിന്റെ ഒരു ആകർഷണതയും അത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിക്കാൻ തോന്നിയതും ആ ലേഖനം വായിക്കാൻ തോന്നിയതിനെ കുറിച്ചൊക്കെ ചിഞ്ചിന പറയുമ്പോൾ അത് എല്ലാവർക്കും അതൊരു പ്രചോദനം തന്നെയാണ് ഈ പുസ്തകം വായിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു. ചിഞ്ചിനയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ അവതരിപ്പിച്ച ചിഞ്ചിനയും തോംസന്റെ ഒരു കൂട്ടുകാരന്റെ സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് അറിഞ്ഞതിൽ അതും സന്തോഷം. ഞങ്ങളുടെയും നല്ലൊരു സ്റ്റുഡന്റും കൂടിയാണ് ചിഞ്ചിന. അങ്ങനെ പിന്നെ എന്താ പറയാ, ഇതില് തോംസന്റെ ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, വേറെ മറ്റ് രേഖയൊക്കെ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരു ഗ്രൂപ്പ് ഇന്നിവിടെ ഒരു സമ്മേളിച്ചിരിക്കുകയാണ്. അപ്പോ ഒത്തിരി സന്തോഷം. നമ്മുടെ കോളേജിൽ ഒരു ദിവസം വരണം തോംസൺ, എന്തായാലും പറ്റുമെങ്കിൽ. അപ്പൊ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനിയും ധാരാളം പുസ്തകങ്ങൾ എഴുതട്ടെ, ധാരാളം കാര്യങ്ങൾ എഴുതാൻ സാധിക്കട്ടെ. സിനിമാ മേഖലയിലുള്ള പല പല മുഖങ്ങളെ ഇനി പരിചയപ്പെടുത്താനും ഒക്കെ സാധിക്കട്ടെ. ഇതിലൊക്കെ തോംസന്റെ ആ ഒരു കമ്മിറ്റ്മെന്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു അധ്യാപകനായിരുന്നപ്പോഴും ഈ സിനിമാ മേഖലയിലുള്ളവർ നേരിട്ട് പോയി കണ്ട് അവർ ഇത്ര ക്ലോസ് ഒബ്സർവ് ചെയ്ത് അവരുടെ പല സിനിമകളെ കുറിച്ചും ഒക്കെ പഠിച്ച് അവരെ പോയി സംസാരിച്ച് ഇത് അത്രയും സിൻസിയർ ആയിട്ടാണ് ഓരോ ലേഖനം ഇതിൽ എഴുതിയിട്ടുള്ളത് തന്നെ. അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ് തോംസൺ. ഒത്തിരി ഒത്തിരി സന്തോഷം. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇപ്പൊ സാംസന്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ്. സന്തോഷം സുസ്മിത. ഞാന് തോംസന്റെ സുഹൃത്ത് ബാബു വർഗീസ് ആണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? അല്ലേ? ഉണ്ട്. ഞാന് തോംസന്റെ സുഹൃത്താണ്. അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ തോംസൺ സാറിന്റെ ഈ ലേഖനങ്ങൾ വായിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ സിനിമാ രംഗത്തുള്ളവരുണ്ട്, സാഹിത്യ രംഗത്തുള്ളവരുണ്ട്. ഇപ്പം ഇവരൊക്കെ വളരെ വലിയ പ്രഗത്ഭരായ ആളുകളാണെന്ന് എനിക്കറിയുകയും ചെയ്യാം. പക്ഷേ അവരെ ആരെയും ഞാനങ്ങനെ അടുത്ത് അറിഞ്ഞിട്ടില്ല. ഞാനൊരു സാധാരണ അങ്ങനെ കൂടുതലായിട്ട് ഇവരെ ഒന്നും പഠിക്കുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ ഇപ്പം അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ KG ജോർജ്. ഈ KG ജോർജിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കൂടുതലായിട്ട് അടുത്തറിയാനും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല സിനിമകൾ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്രിട്ടിക്കൽ ഇതിലേക്ക് പോകാനും, പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ സൃഷ്ടികൾ സിനിമകളൊക്കെ കൂടുതൽ ആസ്വദിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പലരുടെയും അങ്ങനെ ഈ പിന്നെ സിനിമാ രംഗത്തെ പല കലാകാരന്മാരെ ശരിക്കുള്ള അവരുടെ ശ്രേഷ്ഠത എന്താണെന്നുള്ളത് അടുത്തറിയാനായിട്ട് സാധിച്ചതും, പിന്നെ അവരുടെ പിന്നെ സൃഷ്ടികളെ ആസ്വദിക്കാൻ സാധിച്ചതും ഒക്കെ ഈ ലേഖനങ്ങൾ വായിച്ചിട്ട് എന്നെ ആ വിധത്തിൽ അത് സഹായിച്ചിട്ടുണ്ട്.
പിന്നെ ഈ തോംസൺ സാറ് ഇപ്പോൾ ഈ ഇതിഹാസങ്ങളിലെ അത്ഭുത സാദൃശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലേഖനം ഉണ്ടല്ലോ, ആ ലേഖനമൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ച ലേഖനങ്ങളാണ്. കാരണം ആ ഒരു ലേഖനത്തിൽ അദ്ദേഹം ഈ ഇതിഹാസങ്ങളെ എന്താ ശരിക്കും മനസ്സിലാക്കി ആ ഇതിഹാസങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ ആ രണ്ട് ഇതിഹാസങ്ങളെ കുറിച്ചും നല്ല ഒരു കാഴ്ചപ്പാടും ഉള്ള ഒരാൾക്ക് അങ്ങനെ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പം അത് നന്നായിട്ട് ആ ഇതിഹാസങ്ങളിലെ അത്ഭുത സാദൃശ്യങ്ങൾ നന്നായിട്ട് ആ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം ഈ ഇതിഹാസങ്ങളിലൂടെ എത്ര ആഴത്തിൽ അതേക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ സുഭാഷിതങ്ങൾ പലരും ഇപ്പം കേട്ടിട്ടുണ്ടാവും. ലേഖനങ്ങൾ വായിക്കാത്തവർ പോലും സുഭാഷിതങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ സുഭാഷിതങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പരന്ന വായനയും പാണ്ഡിത്യവും ഒക്കെ നമുക്ക് അതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും ഈ സുഭാഷിതങ്ങൾ എന്താ പറയുന്നത് വളരെ അമൂല്യങ്ങളായ സുഭാഷിതങ്ങളായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വളരെ അത് നമുക്കൊരു സമയനഷ്ടമല്ല ഒരു 5 മിനിറ്റ്. കാരണം അത്രയേറെ കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ച് ആ വിഷയത്തെ സംബന്ധിച്ച് അത്രയേറെ കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ്. പിന്നെ എൻ്റെ സുഹൃത്ത് എന്ന രീതിയിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഇറങ്ങിയതിലും ആൾക്കാരൊക്കെ വായിക്കുന്നു എന്നറിയുന്നതിലും ഒക്കെ വളരെ അഭിമാനമുണ്ട്. അപ്പോൾ തോമസ് ഇനിയും ഇതുപോലെ പുസ്തകങ്ങൾ ഇനിയും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവിടം കൊണ്ട് നിൽക്കുന്നില്ലല്ലോ, ഇനിയും ഇങ്ങനെയുള്ള ലേഖനങ്ങളുണ്ടാവും, ഇനിയും പുസ്തകങ്ങളുണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അതിനൊക്കെ വേണ്ടി ആശംസിക്കുകയും ചെയ്യുന്നു. ശരി, ഓക്കെ, താങ്ക്സ്. എൻ്റെ പേര് ജോണി, ഞാൻ കെ സി ജോണി. തോംസന്റെ ഒരു കേൾക്കാമോ? കേൾക്കാം. തോംസന്റെ ഒരു ക്ലാസ്മേറ്റ് ആണ്. പുല്ലുവഴിക്കാരൻ എന്ന് പറഞ്ഞ് റെഫർ ചെയ്യപ്പെട്ട വ്യക്തി ഞാനാണ്. ഇപ്പം ഞാൻ വീട്ടിൽ പണിയൊന്നും ഇല്ലാതെ വീട്ടിൽ വന്നിരിക്കുന്നതുകൊണ്ട് തോംസന്റെ പുസ്തകമൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഇത് പല സ്റ്റേജസിലൂടെ ഞാനിത് പല ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു കമ്പൈൻഡ് ആയിട്ടൊരു ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുന്നതിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരാളാണ് ഞാനും. കാരണം അതിന് ഞാനും ഒരു കാലഘട്ടത്തിലൂടെ അദ്ദേഹത്തെ ഒരുപാട് പുഷ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കളക്ട് ചെയ്ത്, കാരണം ഇദ്ദേഹം ഞാനെപ്പോഴും പറയാറ്, തോംസൺ ഈ ആദ്യകാലത്ത് ഈ വാട്സാപ്പൊക്കെ വളരെ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ ഇന്റലക്ച്വൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഇദ്ദേഹം ഫോർവേഡ് ചെയ്യുന്ന ഒരു പോസ്റ്റ്മാൻ ആയിരുന്നു. ഞാനെപ്പോഴും പറയും, ഡോണ്ട് ബി എ പോസ്റ്റ്മാൻ, ഡോണ്ട് ബി എ ഫോർവേഡർ, ബി എ ക്രിയേറ്റീവ്. അത് വായിച്ചു നോക്കുക, എന്നിട്ട് ഇരുന്ന് വായിക്കുക, അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ തോംസൺ ഈ എല്ലാവരെയും പഠിപ്പിക്കാനുള്ള ഒരു വ്യഗ്രതയുള്ള ആളായിരുന്നു. ടീച്ചർമാരുടെ എല്ലാ ദുർബലതകളും പുള്ളിക്കുള്ള ആളാണ്. പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും പറയുമായിരുന്നു അതിനെ വളരെ സീരിയസ് ആയിട്ട്. കാരണം ഞാൻ ഫോർവേഡ് ചെയ്യുന്നത് കാഷ്വലായിട്ട് ഞാൻ ഫോർവേഡ് ചെയ്യാറില്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോർവേഡ് ചെയ്യാറുള്ളൂ. ഒറ്റപ്പെട്ട ചില തമാശകൾ ഒഴിച്ചാൽ അതർവൈസ് വെരി സീരിയസ് ബിസിനസ്. അപ്പോൾ തോംസൺ പക്ഷേ ഇതെല്ലാം വായിക്കുന്നില്ല എന്നൊരു തെറ്റിദ്ധാരണ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ വായിക്കുന്നുണ്ടെന്നാണ് പിന്നീട് മനസ്സിലായി. ഒരുപാട് ആർട്ടിക്കിൾസ്, പിന്നെ ഈ കേരളത്തിൽ പല മാഗസിനിലൂടെയും പുസ്തകങ്ങളിൽ അതായിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ട് എനിക്കൊന്നും അത് ആദ്യകാലത്ത് വായിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ ഇൻവേരിയബിളി ടെക്സ്റ്റുവൽ ഫോമിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്. കയ്യെഴുത്ത് പ്രതിയായിട്ടും ടൈപ്പ് ചെയ്തിട്ടുള്ള പോസ്റ്ററിലൊക്കെ ഇത് എനിക്ക് അയച്ചു തരാറുണ്ട്. അതിൻ്റെ ഒരു കമൻറ്റിന് വേണ്ടിയിട്ട്, ഒരു ഫസ്റ്റ് കമൻറ്റ് എന്നുള്ള രീതിയിൽ. ഞാൻ വലിയ വായനക്കാരനൊന്നും അല്ല, എങ്കിൽ കൂടെ എനിക്ക് വളരെ ഹാർഷായിട്ട് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അത് വളരെ വളരെ ബ്രൂട്ടലായിട്ട് ഞാൻ കമൻറ്റ് ചെയ്യുന്ന ആളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തോംസൺ എപ്പോഴും അത് എൻജോയ് ചെയ്യാറുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനകത്ത് തോംസന്റെ ആദ്യകാല ആവേശം എന്ന് പറയുന്നത് സിനിമയും കെ ജി ജോർജും ആയിരുന്നു. സത്യജിത് റേ, കെ ജി ജോർജിന് അപ്പുറം ഒരു ലോകം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ഓഫ് കോഴ്സ് MT വാസുദേവൻ നായർ എന്നൊരു ഒരു ഹരമായിരുന്നു. പിന്നെ വിനു എബ്രഹാം എന്ന് പറയുന്ന, എനിക്കറിയില്ല, ഞാനിത് കുറച്ച് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. വിനുവിനെ കുറിച്ച് റെഫർ ചെയ്തൊന്നും അറിയില്ല. വിനു എബ്രഹാം ഞങ്ങളുടെ സുഹൃത്തും ക്ലാസ്മേറ്റും. തോംസനും വിനുവും വലിയ സാഹിത്യ ബന്ധങ്ങളുണ്ടായിരുന്നവരുമാണ്. ആദ്യകാലത്ത് ബോംബെയിലൊക്കെ ഒരുമിച്ച് ജീവിച്ചുമൊക്കെ. അപ്പൊ അങ്ങനെ കുറേയേറെ ഈ MDയും സാഹിത്യവും ഒക്കെ ആയിട്ട് തോംസന് കൂടുതൽ ബന്ധമുണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഇക്കണോമിക്സ് ഒന്നും ഞാൻ പഠിക്കാറില്ല. ഇക്കണോമിക്സ് ടീച്ചർ ആയെങ്കിൽ കൂടെ അത്യാവശ്യം പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് നടന്നിരുന്ന ഒരാളാണ്. ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയപ്പോഴേക്കും സ്റ്റോപ്പ് ഇറ്റ്. ഗ്രാജുവേറ്റ് ഡേയ്സിലാണ് പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നത്.
അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ലൈനിൽ തോംസൺ ഇതിന്റെ ഒരു കലാസ്വാദകനും അതുപോലെ തന്നെ ഒരു എഴുത്തുകാരനും സുഭാഷിതങ്ങൾ പറയുന്ന ഒരു വ്യക്തിയും ഒരു ഓൾറൗണ്ടർ, ഒരുപാട് ടാലന്റഡ് ആണെന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലായി. തോംസന്റെ ഏറ്റവും വലിയ മെമ്മറി, ഏറ്റവും വലിയ ടാലന്റ് ഞങ്ങൾ പറയാറ് ഇദ്ദേഹത്തിന്റെ എക്സെപ്ഷണൽ മെമ്മറിയാണ്. ഇതെല്ലാം ഒരു പ്രാവശ്യം വായിച്ചാൽ പിന്നെ ഇത് എനിക്കൊന്നും സാധിക്കാത്ത കാര്യങ്ങളും ഞങ്ങൾ പലർക്കും സാധിക്കാത്ത, പ്രത്യേകിച്ച് പ്രായമായി കഴിയുമ്പോൾ ഒന്നും പിടിച്ചു നിൽക്കുകയല്ല, പഴയ കാര്യങ്ങളൊന്നും നിൽക്കുകയല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. ആൻഡ് എക്സെപ്ഷണലി ബ്രില്യൻ്റ് ആണ് ആ ഒരു കാര്യത്തില്. അപ്പൊ ഇതിനകത്ത് MD എന്ന് പറയുന്നതിനെ കുറിച്ചും അതുപോലെ ഈ സത്യജിത് റേ, KG ജോർജ്, ഇത്രയും പേരെ കുറിച്ചുള്ള ഒരു അസസ്മെന്റിന് തോംസൺ ആയിരിക്കും ഒരു പക്ഷേ കേരളത്തിൽ ഒരു ഒന്നാം കിട കമന്റേറ്റർ ആകാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ. മഹാഭാരതത്തെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാള് നമ്മളെപ്പോലെയുള്ള ഒരു സൊസൈറ്റിയിൽ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ്. അല്ല സംബടി ഈ വലിയ വലിയ എഴുത്തുകാരും ഒക്കെ ആയിട്ടുള്ള ഒരു റേഞ്ച് ഉണ്ടല്ലോ. അപ്പോ കേൾക്കാമോ? ലൈൻ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും തോംസൺ ഇനിയും എനിക്ക് തോംസനോട് ഞാൻ എപ്പോഴും ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് പുസ്തകം വായിച്ച് മറിച്ചും തിരിച്ചുമൊക്കെ നോക്കി കുറെ വായിച്ചപ്പോൾ ഈ ബാബു റെഫർ ചെയ്ത ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അതായത് ഈ കമ്പാരിസൺ ബിറ്റ്വീൻ 2 എപ്പിക്സ്, ഗ്രീക്ക് എപ്പിക്സ് ആൻഡ് ഇന്ത്യൻ എപ്പിക്സ്. ഇത് വളരെ ചരിത്രപരമായിട്ട് തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണത്. കാരണം ഈ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻസ് ഓൺ നമ്മൾ വെദർ വി കെയിം ഫ്രം ഇൻഡോ ആര്യൻ സിവിലൈസേഷൻ്റെ അതിൻ്റെ ഒറിജിൻ, വെയർ ഫ്രം വി കെയിം എന്നൊക്കെ പറയുന്ന ആ ഒരു ഇഷ്യൂസ് ഉണ്ടല്ലോ, അതുമായിട്ട് വളരെ ലിങ്ക്ഡ്. അതുകൊണ്ട് വളരെ കണ്ടംപററി ആണ് ഈ മാറ്റർ. തോംസൺ ഇത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇപ്പോൾ എഴുതിയിരിക്കുന്നത് വളരെ വളരെ ബ്രീഫായിട്ട് ഒരു കാഴ്ചക്കുറിക്ക് ഒരു കമൻറ്റേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരുപാട് ഈ ഈവൻ നെയിംസ്, സിറ്റുവേഷൻസ്, ഇവൻറ്റ്സ് ഇതെല്ലാം ഒരുപാട് കണക്റ്റഡും, പേരുകൾ പോലും ഈ 5 പാണ്ഡവരെന്ന് പറയുന്നതും അതിൻ്റെ ഈക്വലൻസ് ഒരുപാട് ഗ്രീക്ക് ഇതിലെല്ലാം ഉണ്ട്, എപ്പിക്സിലെല്ലാം ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് വളരെ റിസർച്ച്ഡ് ആയിട്ടുള്ള ഒരാളുണ്ട് ഇതിനകത്തൊരു ട്രിച്ചിയിൽ ഇരിക്കുന്ന ഒരു മധുരക്കാരൻ, എക്സെപ്ഷണലി ബ്രില്യൻ്റ്. അപ്പോൾ ഇതേ എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. കാരണം എനിക്കൊരു അബൈഡിങ് ഇൻട്രസ്റ്റ് ഉണ്ട് ഈ സിവിലൈസേഷണൽ ഈ മൂവ്മെന്റിനെ കുറിച്ച്. നമ്മുടെ പഴയ വി ഇന്ത്യൻസ്, തോംസന്റെ തന്നെ ഒരു കസിനാണത്, SB കോളേജിലെ ആളാണ് എഴുതിയിരിക്കുന്നത്. ആ ലൈനിൽ ഒരുപാട് ആർട്ടിക്കിൾസും ഒക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്നത് കൊണ്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ എനിക്ക്. അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബാബു അതിനെക്കുറിച്ച് പറഞ്ഞു, അപ്പൊ ഞാനത് നോട്ട് ചെയ്യുന്നു. അപ്പൊ ഞാനിത് പറയണം, തോംസനോട് പ്രൈവറ്റ് ആയിട്ട് പറയണം. കാരണം ഇതൊരു ഏരിയ ഓഫ് റിസർച്ച് ആണ്. കാരണം ഇത്രയും നോളജും മഹാഭാരത എപ്പിക്സും ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഈ ഗ്രീക്ക് മിത്ത് എപ്പിക്സുമായിട്ടുള്ള കമ്പാരറ്റീവ് സ്റ്റഡി കുറച്ചുകൂടി ഒരു ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഒരു തനിയൊരു ബുക്കും മഹാഭാരതത്തിലെ ആർട്ടിക്കിൾസും ഈ ഏരിയ എല്ലാം കൂടെ കണക്ട് ചെയ്ത് അടുത്തൊരു പുസ്തകം പബ്ലിഷ് ചെയ്യട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ KG ജോർജും ഇതൊക്കെ കഴിയുമ്പോൾ ഒരു ലിമിറ്റുണ്ട്, അതായത് ലിമിറ്റേഷൻ എന്ന് പറയുന്ന പോലെ MDക്കും ഒക്കെ. പക്ഷേ ഈ മഹാഭാരതവും ഇലിയഡും അതൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒഡീസി എല്ലാം കൂടെ കമ്പയർ ചെയ്ത് പോകുമ്പോൾ ഇതിനൊന്നും ഒരു എൻഡില്ല. മഹാഭാരതം പോലെ തന്നെ ഇറ്റ്സ് എൻലെസ്. അപ്പൊ അതുകൊണ്ട് യു ഹാവ് ആൻ ഓപ്ഷൻ ദർ. അതുപോലെ വളരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഈ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ വളരെ ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു രീതിയിലും തീരെ ഓർഡിനറി അല്ല, എന്നാൽ ഒരു ഹയർ പ്ലെയിനിൽ നിന്നുകൊണ്ട് അവരെ ഒരു ഹയർ പ്ലെയിനിൽ കൊണ്ട്, കുട്ടികളുടെ സാഹിത്യം എന്ന് പറയാൻ പറ്റുന്നതിന് അപ്പുറമുള്ളൊരു ഹയർ പ്ലെയിനിൽ നിന്നുകൊണ്ട് എഴുതുന്നതായിട്ടുള്ള നല്ല കാര്യങ്ങളും നല്ല സുഭാഷിതങ്ങളും എല്ലാം എല്ലാവരും വായിക്കുക. കുട്ടികളൊക്കെ വായിക്കേണ്ട സാധനങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും. എല്ലാവരും പുസ്തകം വാങ്ങിച്ച് വായിക്കുക. ഈ പരിപാടി നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് ഉപദേശിക്കാനുള്ളത് നിങ്ങളൊക്കെ പുസ്തകം സ്വന്തമായിട്ട് വായിക്കുക, റെഫറൻസ് പോയിന്റ്സ് ആയിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്. തോംസൺ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് സന്തോഷം. അതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഞാൻ ഡോക്ടർ രേഖ, മൂത്തകുന്നം കോളേജിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നതുകൊണ്ട് തന്നെ കോളേജിന്റെ ഈ ഒരു ഉദ്യമത്തെ ഞാൻ ഏറെ കാലമായി നോക്കിക്കാണുന്ന ഒരു പരിപാടിയാണ് വ്യാഴാഴ്ച വായനാഴ്ച. അപ്പൊ ഇതിൽ പല എപ്പിസോഡിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിന് നേരത്തെ സുസ്മിതയും തോംസണും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ക്ലാസ്മേറ്റ്, ഞങ്ങളുടെ തോംസൺ എന്നുള്ള ഒരു എന്താ പറയാ ഒരു വേവ് ലെങ്തിലാണ് നമ്മൾ ഇതിൽ പങ്കെടുക്കുന്നതും അഭിപ്രായം പറയുന്നതും. അപ്പൊ കോളേജിന്റെ ഈ ഒരു നല്ല ഉദ്യമത്തെ ഏറെ അഭിനന്ദിക്കുന്നു. അതിന്റെ സംഘാടകരെ ഏറെ പ്രശംസിക്കുന്നു, അനുമോദിക്കുന്നു. ഒപ്പം ഇന്നത്തെ എഴുത്തുകാരൻ
തോംസണിലേക്ക് വരും മുമ്പ് ഇത് അവതരിപ്പിച്ച ചിഞ്ചിന BEd വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് വളരെ എന്താ പറയുക ഒരു സുവർണ അവസരമാണല്ലോ. അത് വളരെ ഭംഗിയായി ഉപയോഗിച്ച ചിഞ്ചിനയെ ഏറെ അനുമോദിക്കുന്നു. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ചിഞ്ചിന ഇവിടെ പ്രസന്റ് ചെയ്തു. അതിൽ സന്തോഷം. തോംസൺ എന്നുള്ളത് ഒരു സുഹൃത്തിനപ്പുറം ഒരു എഴുത്തുകാരൻ, ഒരു ലേഖകൻ എന്നുള്ള നിലയിൽ കാണാൻ കഴിഞ്ഞതിലേറെ സന്തോഷം. ഈ ലേഖനങ്ങളെല്ലാം ഈ പുസ്തക രൂപത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് വായിക്കാൻ കഴിഞ്ഞു, സുഭാഷിതങ്ങളെല്ലാം കേൾക്കാൻ കഴിഞ്ഞു. അതിനെ ഓരോന്നിനെയും വളരെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാനും അത് ആ അനലൈസ് ചെയ്ത കമന്റ്സ് തോംസന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലൂടെ ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു പിന്നാമ്പുറം കൂടി ഇതിലുണ്ട്. അത് തോംസൺ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പൊ തോംസണിലുള്ള ഒരു പ്രത്യേകത, തോംസൺ എന്നുള്ള ഈ എഴുത്തുകാരനിലുള്ള, ലേഖകനിലുള്ള ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഒരു അധ്യാപകന്റെ സൂക്ഷ്മതയോടുകൂടി, ഒരു അധ്യാപകന്റെ ക്രിട്ടിക്കൽ അനലിറ്റിക്കൽ കപ്പാസിറ്റിയോടുകൂടി ഓരോ ലേഖനങ്ങളെയും പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള പഠനാത്മകമായ ഒരുപാട് ലേഖനങ്ങള്, ഒരുപാട് സംഭാവനകള് ഈ രംഗത്തേക്ക് കൊടുക്കാനായിട്ട് തോംസന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, ഞങ്ങള് ആഗ്രഹിക്കുന്നു. ഒപ്പം തോംസന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാഹിത്യ ലോകത്തെ ഒരു സാഹിത്യ വിദ്യാർത്ഥി അല്ലെങ്കിൽ കൂടി സാഹിത്യ വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങളൊക്കെ വളരെ അസൂയയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം അത്രയ്ക്ക് വളരെ അനലിറ്റിക്കൽ ആയിട്ടാണ് ഓരോ വർക്കിനെയും, എപ്പിക്സിനെയും എല്ലാം കാണുന്നത് എന്നുള്ളതും ഓരോ റൈറ്ററിനെയും കാണുന്നത് എന്നുള്ളതും ഓരോ രചനകളിലെയും കോട്സ് ഒക്കെ എടുത്ത് ഓരോ സ്ഥലത്ത് പ്രയോഗിക്കുന്നത് വളരെ അനുചിതമായിട്ട് പ്രയോഗിക്കുന്നത് കാണുമ്പോൾ ഉള്ള ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഞാനതൊക്കെ നോക്കിക്കാണാറ്. എന്തായാലും ഈ ലേഖന സമാഹാരം പ്രസിദ്ധീകരിച്ചത് വളരെ അഭിനന്ദനാർഹമാണ്. ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൃഷ്ണകുമാർ സാറിനെയും സുസ്മിത ടീച്ചറിനെയും തോംസണെയും എല്ലാരെയും അറിയിക്കുക കൂടി ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു വേദി ഉപയോഗിക്കുന്നു. നന്ദി. സന്തോഷം. ഗുഡ് ഈവനിങ് എവരിബഡി. ഞാൻ തോമസ് ആന്റണി, തോംസന്റെ ഒരു സുഹൃത്താണ്. തോംസന്റെ ഒപ്പം തന്നെ ഞാൻ ഹയർ സെക്കൻഡറിയിലെ പഠിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ കോളേജിലേക്ക് പോകുന്നത്. ഇപ്പൊ 2007 ജനുവരിയിൽ ഞാൻ കോളേജിലേക്ക് പോകുന്നത്. അതിനുശേഷവും ഇത്രയും വർഷങ്ങളായെങ്കിലും അവിടുത്തെ ഞാൻ പഠിപ്പിച്ച ആ ഒരു സ്ഥാപനത്തിലെ നമ്മളോട് നല്ലൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് തോംസൺ. അപ്പം എനിക്ക് അവിടെ വെച്ചുള്ള സമയത്ത് തന്നെ തോംസനെ നല്ലപോലെ അറിയാം. തോംസൺ ഒരു നല്ല എക്കണോമിക്സ് അധ്യാപകനാണ്. എക്കണോമിക്സ് പഠിപ്പിക്കും. അതിൻ്റെ ഹയർ സെക്കൻഡറി ടീച്ചേഴ്സിൻ്റെ ഒക്കെ റിസോഴ്സ് പേഴ്സണൊക്കെ ആയിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ എക്കണോമിക്സിലെ പ്രാവീണ്യം നമുക്ക് അറിയാം. പക്ഷെ ആ സമയത്ത് തൊട്ടേ എനിക്കറിയാം തോംസന് ഒരു സിനിമ ക്രേസ് ഉണ്ട്. ഇതേപോലെ തന്നെ KG ജോർജിനെ കുറിച്ചും ഒക്കെ അന്നും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെയുള്ള ലേഖനങ്ങളിലേക്ക് അദ്ദേഹം മാറിയതും, പല സ്ഥലത്ത് പല ലേഖനങ്ങൾ. അപ്പൊ ഏതായാലും ഞങ്ങൾ ഉൾപ്പെടുന്ന 2-3 ഗ്രൂപ്പുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പുകളിലൊക്കെ ഈ ലേഖനങ്ങളെ കുറിച്ച് ഉള്ള പോസ്റ്റുകൾ വരാറുണ്ട്. അപ്പൊ ഞാനും പരമാവധി ശ്രദ്ധിക്കാറുണ്ട്, വായിക്കാറുണ്ട്. വായിച്ചിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു കമന്റ്സ് ഒക്കെ ഞാൻ പറയാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ സുഭാഷിതങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ ഒരു തോംസന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രേറ്റ് ഇതാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഔട്ട് ഓഫ് സൈറ്റ് എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് മൈൻഡ് എന്ന് പറയാറുണ്ട്. പക്ഷെ തോംസൺ അങ്ങനെയല്ല. തോംസൺ എപ്പോഴും ചോദിക്കും, തോംസന്റെ എപ്പോഴാണ് ചങ്ങനാശ്ശേരിക്ക് വരുന്നത്, നമുക്ക് ഒന്ന് കാണണമല്ലോ, എത്ര നാളായി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അങ്ങനെ ഒരു ആ ഫ്രണ്ട്ഷിപ്പ് പുതുക്കുന്ന ഒരു വ്യക്തിത്വം, അത് വലിയൊരു പോസിറ്റീവ് ട്രേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു കോർഡിയാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇന്നത്തെ ഈ തിരക്കുള്ള കാലത്ത് അധികം ആൾക്കാർക്ക് പറ്റാറില്ല. അത് തോംസൺ വളരെയേറെ ശ്രദ്ധിച്ച് അത് ചെയ്യാറുണ്ട് ആ ഒരു കാര്യത്തിൽ. പിന്നെ അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് ട്രേറ്റ്സ് ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടെങ്കിൽ അത് ശരിക്കും അത് എന്താ പറയുന്നത്, അത് നല്ല സൂപ്പർലേറ്റീവ്സിലെ അത് എല്ലാവരോടും പറയുകയും ചെയ്യും. അങ്ങനെ തോംസൺ ഒരു ഗുണമുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ ജോണി സാറ് പറഞ്ഞതനുസരിച്ച് എക്സെപ്ഷണൽ മെമ്മറി, അത് ഞാൻ തോംസനോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പലത് വായിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ രേഖമ്മയുടെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് പല സ്ഥലത്ത് വായിച്ച കോട്ടുകൾ അത് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് പറയാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷണൽ ടാലന്റ് ആണ്. അപ്പൊ അത് കീൻ ആയിട്ടുള്ള ഒബ്സർവേഷൻ. നമുക്കിപ്പോ തന്നെ 2 എപ്പിക്സിനെ കുറിച്ചുള്ള കമ്പാരിസൺ ഒക്കെ പറഞ്ഞു. ഇവിടെ ഈ പറയുന്ന മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഡിഫറൻസുകൾ, അതായത് എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷിലെ ഉചിതമായിട്ടുള്ള വാക്ക് സട്ടിൽ നുവാൻസസ് എന്ന് പറയും. ഈ സട്ടിൽ നുവാൻസസിന്റെ ഒരു കീൻ ഒബ്സർവർ ആണ്. അതേപോലെ തന്നെ അത്
എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ അന്ന എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അതേപോലെ ഇവിടെ ഇടയ്ക്ക് ഇവിടെ സന്നിധിരായ അഞ്ജിത, ഇവർ 3 പേരും ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ്. അപ്പം അതുകൊണ്ട് അത് വലിയൊരു സന്തോഷം തോന്നി. അപ്പൊ ചിഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇത്ര സമഗ്രമായ ഒരു വിശകലനം, അത് സത്യം പറഞ്ഞാൽ ചിഞ്ചിന ബോട്ടണിയിലെ നല്ലൊരു വിദ്യാർത്ഥിനിയായിരുന്നു. ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് നല്ല കീനായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും പഠനത്തിന്റെ കാര്യത്തിൽ പുള്ളിക്കാരിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇതിൽ നിന്ന് ബോട്ടണിയിൽ നിന്ന് വിട്ട് ഇങ്ങനെ ഒരു പുസ്തകത്തെ കുറിച്ച് ഇത്ര എന്താ പറയുന്നത് സമഗ്രമായ ഒരു വിശകലനം ചിഞ്ചിന ചെയ്യുമെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ധാരണയില്ലായിരുന്നു കേട്ടോ. മിടിക്കാന്നറിയാം, പക്ഷെ അതും എനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പം ശരിക്കും തോംസൺ എൻ്റെ ഫ്രണ്ടാണ്. അതോടൊപ്പം തന്നെ ചിഞ്ചിനയുടെ ആ ഒരു എബിലിറ്റി എനിക്ക് ശരിക്കും വളരെ മതിപ്പ് തോന്നുന്നു. ഒരു ആസ് എ ടീച്ചർ ഐ ഫീൽ ക്വൈറ്റ് പ്രൗഡ്. ഞങ്ങൾ എനിവേ, അപ്പം പിന്നെ അത് കൂടാതെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റുള്ളവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇതാണ് തോംസന്റെ ആ ഒരു കഴിവ്, മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഒരു വൈബ്രന്റ് ആയിട്ടുള്ള പോസ്റ്റ് റിട്ടയർമെന്റ് ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, പലർക്കും സാധിക്കാത്തത്. അത് ഇനിയും കൂടുതലായിട്ട് തോംസന് എഴുതാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഐ വിഷ് ദാറ്റ് ഹി സ്കെയിൽസ് ഗ്രേറ്റർ ഹൈറ്റ്സ് ഇൻ ഫ്യൂച്ചർ. ഇതിലേക്കാട്ടിലും മേളിലോട്ട് വരട്ടെ എന്നുള്ള ഒരു വിഷാണ് ഈ പറയാനുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഞാൻ സാധാരണ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അത്ര അറ്റൻഡ് ചെയ്യാറില്ല, നമ്മുടെ ഒരു ടേൺ വരുമ്പോഴൊക്കെയാണ് നമ്മൾ. പക്ഷേ ഇന്നിപ്പോൾ ഞാനിത് ചിഞ്ചിന അത് പറഞ്ഞ സമയത്ത് മുഴുവൻ എല്ലാ വാചകങ്ങളും ക്ലീൻ ആയിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത്ര മനോഹരമായിട്ട് ചിഞ്ചിനിക്ക് ഇത് അവതരിപ്പിച്ച് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ് അന്നയും അഞ്ജിതയും ഒക്കെ. അവരും ഒക്കെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നു എന്ന് കാണുമ്പോൾ സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവിധ ആശംസകളും ഈ കോളേജ് ഈ പരിപാടിക്ക് നടത്തി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനും നന്ദിയുണ്ട്. കാരണം ഞാൻ ഈ മീറ്റിന്റെ ലിങ്ക് എനിക്ക് 8 മണിയായപ്പോൾ ഞാൻ മറന്നുപോകും പലപ്പോഴും. അപ്പോൾ തോംസനോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു റിമൈൻഡർ ഇടണമെന്ന്. അപ്പോൾ തോംസൺ എനിക്ക് വിളിച്ചിരുന്നേ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് കോളേജ് ഹോസ്റ്റ് ചെയ്തൊരു പ്രോഗ്രാം അല്ലേ, നമ്മൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവുമോ തോംസൺ എന്ന് ചോദിച്ചു. അപ്പം അല്ലല്ല, അത് തോംസൺ പറഞ്ഞു അത് തോംസന്റെ ഫ്രണ്ട്സിനോട് മറ്റുള്ളവർക്കും ഒക്കെ ഇതിന്റെ ലിങ്ക് കൈമാറണം അവർ പറഞ്ഞിട്ടുണ്ട്, അത് കുഴപ്പമില്ല. കാരണം നമ്മൾ കോളേജ് നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ ലിങ്ക് എന്ന് പറയുമ്പോൾ അവിടെ ചില ഉദ്ദേശിക്കുന്ന ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്, അവർ മാത്രമായിരിക്കുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതിനകത്ത് അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഞാൻ യാതൊരു തരത്തിലുള്ള ഹെസിറ്റേഷനും ഇല്ലാതെ കയറിയത്. ഏതായാലും പങ്കെടുത്തത് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഒരു ഇത്രയും സമയം ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടും അപ്പോഴാണ് നമുക്കൊരു തോന്നലുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ റിട്ടയറായി, ഞാൻ കഴിഞ്ഞ മാർച്ചിലാണ് റിട്ടയർ ആയത്. അപ്പം ഇനിയും ഇതേപോലെ തന്നെ കുറച്ച് കൂടുതൽ വായനയിലേക്കൊന്ന് പോകണം, നല്ലൊരു സമയം വായനയിലേക്ക് മാറ്റി വെക്കണം. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കുട്ടികളെല്ലാം ഈ പറഞ്ഞ ഓൺലൈൻ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ സമയം കളയുക ചെയ്യുന്നത്. അത് കാരണം നമുക്ക് പറയും വായനയാണ് നമ്മളെ വളർത്തുന്നതെന്ന് പറയാറുണ്ട്. പിന്നെ വായന വളർത്താനായിട്ട് ഇന്ന് വായനയ്ക്ക് കുട്ടികൾക്കെല്ലാം അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. കാരണം ഈ റീലുകൾ കണ്ടുള്ള ശീലമായതുകൊണ്ട് അവർക്ക് ഈ 1-1.5 മിനിറ്റിന്റെ പരിപാടി കൂടുതൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അത് വായനയിലേക്ക് തിരിയുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ്, ഇങ്ങനെ ഒരു വായന ആയിട്ട് ബന്ധപ്പെട്ട ഈ ഒരു പരിപാടി നടത്തി പോരുമ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവിയിൽ വരുന്ന അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന നല്ലൊരു സന്ദേശം കൂടിയാണ്. കാരണം കുട്ടികളെ ആ ഒരു വായനയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഒരുപാട് സഹായിക്കുന്നു എന്ന് ഞാൻ വിശ്വാസമുണ്ട്. ഈ പരിപാടി ഇങ്ങനെ എല്ലാ വ്യാഴാഴ്ചകളിലുമായിട്ട് നടത്തി വരുന്ന ഒന്നാണെന്നാണ് ഇപ്പോൾ കേട്ടത്. ഏതായാലും ഇത് മുന്നോട്ട് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. കൃഷ്ണകുമാർ സാർ സംസാരിക്കായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഒരു കോള് വന്ന് കട്ടായിപ്പോയി. വളരെ സന്തോഷം. എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യാഴാഴ്ച വായനാഴ്ചയായിരുന്നത്. ഒരുപാട് വിശേഷണങ്ങൾ തോന്നുന്നുണ്ട്. ഒന്ന് പ്രധാനമായിട്ടൊരു സഹപാഠി സംഗമം പോലെ അതിൻ്റെ ഒരു സുഖവും സന്തോഷവും സ്നേഹവും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു വ്യാഴാഴ്ച വായനാഴ്ചയായി. സർവോപരി ഒരു സുഹൃത്ത് സംഗമം കൂടിയായിട്ടുണ്ട് ശരിക്കും. അതുപോലെ SNM അലുമിനിയ മീറ്റും കൂടിയായി എന്നുള്ളതാണ്. പല തലമുറകളുടെ സംസാര സംഘമായിട്ടും കൂടി അനുഭവിച്ചു എന്നുള്ളതാണ്. അതില് നല്ല പ്രായമുള്ള ആളുകളുണ്ട്, പുതിയ കുട്ടികളുണ്ട്,
കുഞ്ഞു മക്കൾ പോലും ഇത് കേൾക്കുന്നുണ്ട്. വളരെ ഓപ്പൺ ഫോറം ആയതുകൊണ്ട് ലോകത്തിലെ പല തുറകളിലുള്ള ആളുകളും പങ്കെടുത്തു. സർവോപരി ഒരു ഗുരു ശിഷ്യ സംഗമമായി. ഇതിൽ നിന്ന് സംസാരിച്ച ചിഞ്ചിനയും അതുപോലെ അന്നയും ശിവതയും ഒക്കെ ഒരു ടീച്ചേഴ്സിന്റെ മുന്നിലും കൂടി അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ, കുറെ നാൾക്ക് ശേഷം വീണ്ടും കണക്റ്റഡ് ആയി എന്ന് പറയുമ്പോൾ, അപ്പോൾ ഒരു ചെറിയൊരു ചടങ്ങ് എത്ര ഇതളുകൾ പൂകിയതിങ്ങനെ വിടർന്ന് വലുതായി എന്നുള്ളൊരു സന്തോഷമുണ്ട്. സാഹിത്യ വിദ്യാർത്ഥികൾക്ക് കൂടി മാതൃകയാകുന്ന വിധം അത്രയും ആഴത്തിലാണ് നമ്മുടെ ചിഞ്ചിന എന്ന പുസ്തക നിരൂപണം അവതരിപ്പിച്ചത്. ചിഞ്ചിന കുറെ നാളുകളായി ഇങ്ങോട്ട് വന്ന് പറയുകയായിരുന്നു, പക്ഷെ ഒരു പുസ്തകം അവതരിപ്പിക്കുന്നുണ്ട്, ധൃതി കൂട്ടരുത്, അടുത്ത ആഴ്ച എന്ന് പറയരുത്, ഞാൻ സ്വസ്ഥമായിട്ട് അവതരിപ്പിക്കാം, അത്ര മതി. ആ ഒരു പറച്ചിൽ തന്നെ വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ചിഞ്ചിന ഒരു സമയമായപ്പോൾ അത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുസ്മിത മിസ് ഈ പുസ്തകം എൻ്റെ കയ്യിൽ തന്നത്. ഇത് വ്യാഴാഴ്ച വായനാഴ്ചയിൽ അവതരിപ്പിക്കണം എന്നുള്ള രീതിയിലൊന്നല്ല കേട്ടോ, ഞാൻ കണ്ടപ്പോൾ തന്നെ അതിലേക്ക് എടുത്തതാണ്. ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം, നമുക്ക് ഈ പരമ്പരയിൽ ഒരുപാട് പുസ്തകങ്ങൾ അവതരിപ്പിക്കാൻ ഈ പത്രാപ്പീസ് പോലെ അവിടെ കൊറിയറിലും പാഴ്സലായിട്ട് പുസ്തകങ്ങൾ വരുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അപ്പൊ ഇതില് ഈ പല മുഖങ്ങൾ പല കാഴ്ചകൾ എന്ന പുസ്തകം കയ്യിലെടുത്തപ്പോൾ തന്നെ അതിൻ്റെ ഓരോ താളുകളും വളരെ കനമുള്ളതായിട്ട് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. കുറേ കൂടിയും വിസ്തരിച്ച് ഇനിയും അത് എഴുതി വിപുലപ്പെടുത്താവുന്ന പ്രമേയങ്ങളാണ് ഓരോ പേജിലും ഉള്ളത്. അപ്പോൾ ആ പുസ്തകം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചൊരു ചടങ്ങായിട്ട് എനിക്കിത് അനുഭവപ്പെടുകയാണ്. ആ പുസ്തകത്തിന് ജീവനുണ്ട്. അദ്ദേഹത്തിനെ നമ്മളെല്ലാവരും ചേർന്ന് പൊന്നാട അണിയിച്ചിരിക്കുകയാണ്. പരിഗണനയോളം പ്രണയം മറ്റൊന്നില്ല എന്നാണ് പറയുക. ഇപ്പോൾ ഗ്രന്ഥകാരനായിട്ടുള്ള തോംസൺ ആന്റണി മാഷിന് ഒരു വെർച്വലായിട്ടുള്ള അത്രയും ആത്മീയമായൊരു സ്നേഹാദരം കൂടിയായിട്ട് ഈ ലക്കം വ്യാഴാഴ്ച വായനാഴ്ച അങ്ങ് സദയം സ്വീകരിക്കണമെന്ന് SNM ട്രെയിനിങ് കോളേജിൽ എല്ലാവരുടെയും പേരിൽ ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ എഴുത്തുകാരനും സാർ പറയൂ. സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു. വളരെ സന്തോഷം, സ്നേഹം സാർ. എഴുത്തുകാരന് മാത്രമല്ല കേട്ടോ, ഇതെല്ലാം എഴുതാനും അത് കൊള്ളാമെന്ന് പറയുന്ന ഒരു കൂട്ടുകാരുടെ ഒരു ശൃംഖല ഇതിൽ കണ്ടു. അതങ്ങനെ പ്രസിദ്ധീകരിക്കാനും നിരന്തരം സാറിന് ഒരു പ്രചോദനമായിട്ടും ശക്തിയായിട്ടും ഒരുപക്ഷെ വീട്ടുകാരെക്കാളും കൂടുതൽ കൂടെ നിന്ന കുറെ കൂട്ടുകാരുടെ ഒരു പരമ്പര, ശിഷ്യ പരമ്പര എന്നൊക്കെ പറഞ്ഞ ഒരു സുഹൃത്ത് പരമ്പര സാറിൻ്റെ കൂടെ ഈ ഒരു വെർച്വൽ വേൾഡിൽ ഇത്രയുണ്ടെങ്കിൽ പുറത്ത് ഇതിൽ പങ്കെടുക്കാത്തവർ കുറേ പേരുണ്ടാവും. അവർക്ക് എല്ലാവർക്കും കൂടി ഒരു സ്നേഹാദരായിട്ട് ഈ ലക്കത്തെ വിപുലപ്പെടുത്തുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവരും ആ സ്നേഹം കൂടി സ്വീകരിക്കണം. ഇത് നമ്മൾ എല്ലാ വ്യാഴാഴ്ച ഇപ്പം 4 വർഷമായി ഇങ്ങനെ നടത്തുന്നു. കുട്ടികൾ അല്ലെങ്കിൽ അധ്യാപകര് അതിന് ഒഴിവില്ലാതാവുമ്പോൾ, ഇപ്പം ഇന്ന് തീരെ ഒഴിവില്ലാത്ത സമയത്താണ് ഈ ചിഞ്ചിനൊക്കെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് കേട്ടോ. അവർക്ക് അതിന് കൂടുതൽ ഗുണം ലഭിക്കും. ഞാൻ എപ്പോഴും പറയും, വായിക്കുന്ന അധ്യാപകരുടെ ക്ലാസ് മുറിയും വായിക്കാത്ത അധ്യാപകരുടെ ക്ലാസ് മുറി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ പരീക്ഷാ തിരക്കിൻ്റെ ഇടയിലും ഇതൊക്കെ ചെയ്യുന്നവരെ നമ്മൾ പ്രത്യേകം കൈയടിക്കേണ്ടതാണ്. അപ്പോൾ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയും വഴി നമുക്ക് പുസ്തകത്തെ മാത്രമല്ല, അല്ലെ എഴുതിയ ആളെ മാത്രമല്ല, കുറേ മനുഷ്യരെയും പരിചയപ്പെടാൻ ഇവിടെ അവസരം ലഭിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് സംസാരിച്ച എല്ലാവരെയും നമ്മുടെ കുട്ടികൾക്ക് പരിചയപ്പെടാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളതാണ്. ഈ ഞാൻ കണ്ട റഷ്യ എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ കണ്ട സെലിബ്രിറ്റികൾ എന്ന് പേരിടാവുന്ന ഒരു പുസ്തകമായിട്ട് എനിക്ക് ഈ പല മുഖങ്ങൾ പല കാഴ്ചകൾ വായിച്ചപ്പോൾ തോന്നി. പക്ഷെ പുസ്തകത്തിലെ വ്യക്തിത്വങ്ങൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആളുകളാണ്. അവരെ തോമസ് ആന്റണി സാറ് അവരിലേക്ക് ആ ഒരു മനുഷ്യന്റെ ചിന്തയുടെ എഴുത്തിൻ്റെയും ക്യാമറ വയ്ക്കുന്ന ആംഗിളുകൾ വ്യത്യസ്തമാണ്. അപ്പം അതിനാണല്ലോ മലയാളത്തിൽ വേറിട്ട വീക്ഷണകോൺ എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിളുകളിലൂടെ ഓരോരുത്തരെയും കണ്ടു എന്നതാണ് ഈ പുസ്തകത്തിന്റെ ചന്തം. അപ്പോൾ ഇങ്ങനെ തമാശ പറയാറുണ്ട്, തമാശയല്ല, അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒരു തേജസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, പുതിയ ഭാഷയെ പറയുകയാണെങ്കിൽ ഓറ. ഇപ്പോൾ തോംസൺ മാഷിനെ കാണുമ്പോൾ ഒരു ഓറ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം പറയുന്നത്, ഈ ജന്മത്തിൽ നിങ്ങൾ എത്ര മനുഷ്യരെ കണ്ടു, എത്ര മനുഷ്യരെ പരിചയപ്പെട്ടു, എത്ര മനുഷ്യരെ ആഴത്തിൽ അറിഞ്ഞു എന്നതിൻ്റെ മറുപടിയാണ് ഒരാളുടെ മുഖകാന്തി എന്ന് പറയും. അപ്പോൾ ഈ തോംസൺ എന്ന മനുഷ്യൻ ഈ ജന്മത്തിൽ കണ്ട ലെജൻസിനെ, ഇതിഹാസങ്ങളെ
സമാഹരിച്ചൊരു പുസ്തകം കൂടിയാണിത്. ശരിക്കും ഇന്നത്തെ ഒരു സെഷൻ ഒരു മോട്ടിവേഷൻ സെഷൻ കൂടിയാണ്, അല്ലെങ്കിൽ റിജുവിനേറ്റിംഗ് സെഷനാണ്. കാരണം റിട്ടയർ ചെയ്ത കുറേ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് കൂടുതൽ അർത്ഥവത്താക്കാൻ ഇനിയും ഒരു മാതൃക പോലെ ഒരു മനുഷ്യനിങ്ങനെ നെടുന്തൂണ് കണക്ക് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് എന്ന് ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതും വലിയൊരു സന്തോഷമാണ്. വായിക്കാത്തവരെ വായിപ്പിക്കാനും അതുപോലെ വായിക്കുന്നവരെ കൂടുതൽ വായിപ്പിക്കാനും ഈ ഒരു ലക്കം ശരിക്കും ഉപകരിച്ചു എന്നതാണ്. എന്തായാലും കൂടുതൽ പറയുന്നില്ല. ഒരുപാട് സന്തോഷം. ഇന്ന് പുസ്തകം അവതരിപ്പിച്ച ചിഞ്ചിനയ്ക്ക് ഒരു കുതിരപ്പവൻ. പിന്നെ കൂടെ നിന്ന അന്ന അല്ലേ, സ്വാഗതം പറഞ്ഞ അന്നയ്ക്കും വലിയ സന്തോഷം അറിയിക്കുകയാണ്. മോഡറേറ്ററായ അഞ്ജനയ്ക്ക് ഒരു വലിയ ഒരു ആദരം പറയേണ്ടതാണ്. അതുപോലെ ഇനി നന്ദി പറയാൻ പോകുന്ന ശിവതയ്ക്കും പ്രത്യേകം സ്നേഹം പറയുകയാണ്. ഇന്നത്തെ ഈ ലിങ്ക് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ആരായിരുന്നു ലിങ്ക് കൈകാര്യം ചെയ്യുന്നത്? ദേവിക സാർ. ദേവികയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് പങ്കെടുത്തില്ല. ഒരു ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ, ഇത്രയും ഒരുപാട് ഇതളുകളുള്ള ഒരു പൂവിന് തുല്യമായി മാറി ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ച ലക്കം. ഇതുപോലുള്ള പുസ്തകങ്ങൾ സാറിന് ഇനിയും ധാരാളം എഴുതാൻ പറ്റട്ടെ, ഇനിയും സാധിക്കും, ഇനിയും ധാരാളം വാക്കുകൾ വിരിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ കോളേജിന്റെ വേറൊരു പ്രത്യേകത ഉണ്ട് സാറേ. നമുക്ക് ഒരു അന്ധവിശ്വാസമാണെന്ന് പറയുമെങ്കിലും വളരെ ഒരു 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 സത്യമായ ഒരു കാര്യമാണ്. ഇവിടെ എന്തെങ്കിലും പങ്കെടുത്തു കഴിഞ്ഞാൽ, അതിഥിയായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വലിയ പുരസ്കാരങ്ങളും എക്സ്പോഷറും ഒരുപാട് വെളിച്ചവും തെളിച്ചവും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് സ്ഥാപനത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടും ഞങ്ങളുടെയൊക്കെ മനസ്സിന്റെ ഒരു സ്നേഹമായിട്ടും കൂടി കണക്കാക്കണം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കാം. അതിന് കാത്തിരിക്കുകയാണ്. സാർ ഒരു ദിവസം കോളേജിലേക്ക് വരണം, കൂട്ടുകാരൊത്ത് വരണം എന്നാണ്. രേഖ ടീച്ചറും എല്ലാവരും കൂടെ വരണം എന്ന് പറയുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഹീര ടീച്ചർ പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ 2 വാക്ക് സംസാരിക്കേണ്ടതാണ്. നമസ്കാരം. ആദ്യം തന്നെ ചിഞ്ചിനിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. വളരെ ഭംഗിയായിട്ട് ഒതുക്കത്തോടു കൂടി പുസ്തകം അവതരിപ്പിച്ചു. ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. പിന്നെ സാറിന്റെ കൂട്ടുകാരെല്ലാവരും, സുസ്മ ടീച്ചർ അടക്കം എല്ലാവരും സംസാരിച്ചു. ഒരുപാട് സന്തോഷം. ഞാനിങ്ങനെ സംസാരിക്കണം എന്ന് എന്റെ മനസ്സിൽ. പക്ഷേ സാറിനോട് മറ്റൊന്നല്ല, ഒരു ചെറിയൊരു കാര്യം ചോദിക്കാനാണ്. ഇപ്പോ ഞാനൊരു സിനിമാ പ്രേമിയാണ്. ഒരാഴ്ചയിൽ ഒരു സിനിമയെങ്കിലും കാണുക എന്നുള്ളതൊരു നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അപ്പോ ഇന്നത്തെ പുതുകാല ഒരു സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ സാറ് KG ജോർജിന്റെയും ഇപ്പൊ അരവിന്ദൻ, അങ്ങനെയുള്ള ആ ഒരു തലമുറയിലുള്ള ആളുകളുടെ സിനിമയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ ഞാൻ ജയരാജ് സാറിനോട് ഇതേപോലെ വീരം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, മാക്ബത്തിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ആ ഒരു സിനിമയെ കുറിച്ചിട്ട് ഇതേപോലെ ചോദിച്ച സാറ് പറഞ്ഞത് 1.5 വർഷക്കാലം എടുത്തു ആ ഒരു സിനിമയുടെ ഒരു പ്ലോട്ട് ഒന്ന് റെഡി ആയിരിക്കും. പക്ഷെ ഈ ഒരു സിനിമ വളരെ നന്നായി എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടില്. പക്ഷെ അത് ആദ്യം ഓടിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. കാരണം ഞാൻ എന്റെ സ്റ്റുഡൻസ് ആയിട്ട് അന്ന് പോയി കണ്ടതാണ് സിനിമ, മാക്ബത്തിനെ ബേസ് ചെയ്തായതുകൊണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും നല്ല സിനിമകൾ പലപ്പോഴും ഇവിടെ ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കാണുന്നുണ്ട്. അത് പൊതുവെ ഇങ്ങനെ വളരെ മോശമായിട്ടുള്ളത് ഒരുപാട് കാലം ഓടുകയും അല്ലെങ്കിൽ വളരെ കാമ്പുള്ള സിനിമകളൊക്കെ കാണാൻ ആളില്ലാതാവുകയും ചെയ്യുന്നൊരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പുതുതലമുറയിലുള്ള ഒരു സിനിമകളെ കുറിച്ചിട്ട് സാറിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം, സാറിന് കേൾക്കാൻ വേണ്ടിയിട്ട്. പുതുതലമുറയിലെ എന്നെ അത്ഭുതപ്പെടുത്തിയ സിനിമയാണ് നമ്മുടെ ആട്ടം എന്നുള്ള സിനിമ, ഈമയൗ. പിന്നെ ഈ അടുത്ത കാലത്തെ നമ്മുടെ ഉർവശി അവതരിപ്പിച്ചുണ്ടല്ലോ, ഉർവശി നമ്മുടെ കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തിലെ പെട്ടെന്ന് അവതരിപ്പിച്ച ഉർവശിയും പാർവതി ഒക്കെ അവതരിപ്പിച്ച ഒരു സിനിമയാണ്. എൻ്റെ പേര് എനിക്കിപ്പം പെട്ടെന്ന് കിട്ടുന്നില്ല. അത് ആട്ടം എന്നുള്ള സിനിമ ഒരു അതെ, അത് ഇപ്പം ഈമയൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഹ്യൂമറാണ്. നമ്മുടെ ഈ ഷവോടൊക്കെ കഴിയുമ്പോൾ ആൾക്കാർ ഇപ്പോൾ ഷവോടൊക്കെ വരുമ്പോൾ അതിനെ ഒരു ആഘോഷമാക്കുക, വലിയ വലിയ ഡ്രസ്സ് അത് ഇത് ഒക്കെ ഇട്ട്, ഇപ്പോഴത്തെ പുതിയ ഒരു ട്രെൻഡാണ്. എന്ന് പറഞ്ഞ പോലെ ഒരു മരണത്തെ ഒരു അതിനെ ആഘോഷമാക്കുക.
അതായത് ബ്ലാക്ക് ഹ്യൂമർ, ഈ മായാവും ഈശോ മാറിയ ഔസേപ്പ്, അതെനിക്ക് ഭയങ്കര ഒരു ഇതായി. ആട്ടം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ, ഒരു ഹോളിവുഡ് രീതിയിലാണ് അത് സിനിമ കണ്ടവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. ആട്ടം അതെനിക്ക് അത്ഭുതപ്പെടുത്തിയ സിനിമ. അതുപോലെ തന്നെ ഈ പറഞ്ഞ കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച ഈ പറഞ്ഞ സിനിമയും എൻ്റെ മനസ്സിലേക്ക് ടീച്ചർ ചോദിച്ചത് കൊണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കയറിയ സിനിമയാണ്. ഞാൻ ഈ സിനിമകളിൽ മിക്കതും ഞാൻ ഇതൊക്കെ കാണുന്നുണ്ട്, പലതും. ഈ ഇക്കോയെ, ഈ അടുത്ത നമ്മുടെ വിനായകനെ അവതരിപ്പിച്ച പടം സർവമായി, ഇതൊക്കെ ഞാൻ പലതും കാണുന്നുണ്ട്. ടീച്ചർ പറഞ്ഞ സിനിമ നവരസങ്ങൾ, ജയരാജിന്റെ നവരസങ്ങളുടെ പടങ്ങളാണല്ലോ പലതും. അതിനകത്ത് വീരൻ ഞാൻ കണ്ടു. വീരം കണ്ടു എന്ന് പറഞ്ഞാലും അത് ഈ ഹോളിവുഡ് രീതിയിലൊക്കെയാണ് പടം എടുത്തത്. പക്ഷെ അതെന്താണോ ആൾക്കാരുടെ ഇതിലേക്ക് അത് വന്നില്ല. ഇപ്പൊ ശാന്തം പോലെയോ അല്ലെ ഒതല്ലോയെ ബേസ് ചെയ്തെടുത്ത സുരേഷ് ഗോപിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയൊക്കെ ഉണ്ടല്ലോ. കളിയാട്ടം. അതെ, കളിയാട്ടം പോലെ. അതിനകത്താണ് MJയുടെ ക്യാമറ ചലിപ്പിച്ചത്. അത് അങ്ങനത്തെ ആ ഒരു ഇത് എനിക്ക് അത്ര ഇത് തോന്നുന്നില്ല. പക്ഷെ ഒരു ഹോളിവുഡ് രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ജയരാജ് ഒരു വ്യത്യസ്തനായ ഭരതന്റെയൊക്കെ ശിഷ്യനായിട്ട് കൂടിയ ക്യാമറ കൊണ്ട് നല്ല മനോഹരമായിട്ടൊക്കെ ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ദേശാടനം പെട്ടെന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ ഭയങ്കര ഇതാണ്. ഈ സന്യാസ ജീവിതം നമ്മൾ പറയും, പോകുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ ഒരു വേദന, അത് ഏത് മതത്തിലായിക്കോട്ടെ അവരുടെ ഒരു വേദന, അതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് അതുപോലെ തന്നെ കൊലപാതകൻ രാഷ്ട്രീയത്തിന്, ശാന്തത്തിനകത്തൊക്കെ അതാണല്ലോ. അപ്പം തീർച്ചയായിട്ടും നവരസങ്ങളുടെ ഒരു സിനിമയാണ്. അതൊരു ഹോളിവുഡ് രീതിയിലൊക്കെയാണ് അത് എടുത്തത്. എന്തുകൊണ്ടോ അത് ഇതായിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ചില സിനിമകളെ ചില മിടുക്കര്, നമ്മള് ന്യൂജൻ പിള്ളേര്, കുട്ടികൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ല. അവർ നല്ല ഒന്നാന്തരമായിട്ട് ചെയ്യുന്ന, ക്യാമറ കൊണ്ട് നല്ല ഇത് ചെയ്യുന്ന കുട്ടികള് ഉണ്ട്. ഇപ്പൊ ഇക്കോ പോലുള്ള സിനിമ ഇപ്പൊ അടുത്ത കാലത്ത് ജോർജിയൻ സിനിമ പോലെ തന്നെ വരുന്നതാണെന്നാ കാണുന്നത്. ഇക്കോ, ജോർജിയൻ എന്ന് പറഞ്ഞാൽ കെരി ജോർജ്, അതിന്റെ ഒരു ഇതും ഒക്കെ. അപ്പം തീർച്ചയായിട്ടും നവതരംഗ സിനിമ അല്ലെങ്കിൽ നവസിനിമകളെ ന്യൂജൻ എന്ന് പറഞ്ഞ് നമ്മൾ അടച്ചാക്ഷേപിക്കില്ല. അതിനകത്ത് തന്നെ ഉള്ളത് നല്ല ക്ലാസ് പടങ്ങളും ഉണ്ട് എന്ന് ഞാൻ പറയാം. താങ്ക് യു സർ. ഞാൻ ഇപ്പോ റീസെന്റ് ആയിട്ട് ഒരു വലതുവശത്തെ കളർ അങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ടിരുന്നു. അപ്പോ പലപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂടുതലായിട്ടൊരു വയലൻസിന്റെ അതിപ്രസരം ഇപ്പോഴുള്ള സിനിമകളിൽ ഒരുപാട് കയറി വരുന്നുണ്ടല്ലോ. അപ്പോ ഇങ്ങനെ ചില സിനിമകള് വേറിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ പൊതുവിൽ പറയുമ്പോൾ ഒരു കുറച്ചു കാലം മുമ്പായിരുന്നെങ്കിൽ ഒരുപാട് നല്ല സിനിമകളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു, ഓർമ്മയിൽ നിൽക്കുന്ന സിനിമകളൊക്കെ. ഇത് നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും പല രംഗങ്ങളും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. അപ്പൊ അതാണ് ഞാനൊന്ന് ഈ ഒരു ന്യൂജൻ സിനിമ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞത്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ സിഞ്ചിനയ്ക്ക് സാറിനോട് സംസാരിക്കാൻ ഉണ്ടാവില്ലേ? ഒരുപാട് സന്തോഷം സാറിന്റെ ഒരു പ്രസൻസിൽ. ഞാൻ വളരെ ആസ്വദിച്ച് വായിച്ചൊരു പുസ്തകമാണ്. അപ്പൊ അതെനിക്ക് ഓരോ ലേഖനങ്ങളും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ആ തലക്കെട്ടൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ഞാനത് എന്താണ് അങ്ങനെയെന്നൊരു ആകാംക്ഷ തോന്നിയിട്ട് വായിച്ച ലേഖനങ്ങളാണ്. അതുപോലെ ആ സുഭാഷിതങ്ങളൊക്കെ ഞാൻ ഒരുപാട് മുന്നൊക്കെ സുഭാഷിതങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോ അടുത്തൊന്നും കേൾക്കാറില്ല. അപ്പോ അതൊക്കെ എനിക്കിങ്ങനെ വായിക്കാൻ സാധിച്ചപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മൂല്യങ്ങളെ എനിക്ക് ജീവിതത്തിലേക്ക് കൂടി ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സാറിന്റെ ഒരു പ്രസൻസിൽ അതിങ്ങനെ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ എൻ്റെ തോമസ് സാറിനെ ഇവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ അതും ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇങ്ങനെ ഒരു വേദി ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന ഞങ്ങളുടെ കോളേജിന് പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണകുമാർ മാഷ്, ഹീര ടീച്ചർ, എല്ലാവർക്കും ഒരു നന്ദി കൂടി അറിയിക്കുകയാണ്. താങ്ക് യു.
ആദ്യമായിട്ട് തന്നെ ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന തോംസൺ ആന്റണി സാറിന് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് പറയാനാണെങ്കിൽ ചിഞ്ചിന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. നമ്മൾ കുറേ ദിവസമായിട്ട് കണ്ടാണ് ഈ ഒരു പുസ്തകം നിരൂപണത്തിന് വേണ്ടി എഫേർട്സ് എടുക്കുന്നത്. ആ ഒരു എഫേർട്സ് ശരിക്കും നല്ല രീതിയിലേക്ക് പോയി. വളരെ മീനിങ് ഫുൾ ആയിട്ട് തന്നെ ആ ഒരു പുസ്തകം നിരൂപണം ചെയ്യാൻ അവർക്ക് സാധിച്ചു. അതിനേറെ അഭിനന്ദനങ്ങൾ നൽകുന്നു. ഇനി ഏറ്റവും സന്തോഷം തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ പറഞ്ഞ പോലെ തന്നെ ചിഞ്ചിനെയും അന്നയും അതുപോലെ എന്നെയും കൂടി പഠിപ്പിച്ച ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സാറ്, ഞങ്ങളുടെ മഹാരാജാസിന്റെ സ്വന്തം ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ HOD കൂടി ആയിരുന്ന ഞങ്ങളുടെ തോമസ് സാറിന് ഇതിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. സാറിന് ഇവിടെ എത്തിച്ചേർന്ന ഒരു മനസ്സിനെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നന്ദി രേഖപ്പെടുത്തുന്നു. ചർച്ചകൾ അവസാനിച്ചതായിട്ട് കണക്കാക്കുന്നു. സന്തോഷം. താങ്ക് യു സർ. ഇന്നത്തെ ഈ അധ്യായം ഈ പരിപാടി സംഘടിപ്പിച്ച കോളേജിന്, കാരണം വേറെ കോളേജിൽ കാണാറില്ല, ഇത് സാർ ടീച്ചേഴ്സ് ഗ്രൂപ്പിലും ഒക്കെ ഇടാറുണ്ട്. ഏതായാലും അതൊരു വലിയ കാര്യമാണ്. ഒരു വെറും പുസ്തകത്തിന്റെ മാത്രമല്ല, ഒരു സ്നേഹ സൗഹൃദ മീറ്റിംഗ് ആയിരുന്നു. കൂട്ടുകാരെല്ലാം തന്നെ മുമ്പിൽ നോക്കുമ്പോഴെല്ലാം അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷം വേറെ. തീർച്ചയായിട്ടും എല്ലാവിധ നന്ദിയും സന്തോഷവും ഞാൻ രേഖപ്പെടുത്തുന്നു കേട്ടോ. നന്ദി സാർ. ഇന്നത്തെ പറഞ്ഞു സംസാരിച്ചു. സന്തോഷം. പറഞ്ഞോളൂ. ഞാൻ പറയായിരുന്നു സന്തോഷം. കാരണം ഇങ്ങനെ ഇത് ഒരു സ്നേഹ സൗഹൃദ കൂട്ടായ്മ നമ്മളെല്ലാവരും ഒന്ന് കാണാനും കൂടെ പറ്റി എന്നുള്ളതാണ്. എല്ലാവരും അടുത്ത എനിക്കത് വളരെ ഇതായിട്ട് വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നി. അതിൻ്റെ ഒരു നന്ദിയും സ്നേഹവും കൂടെ ഞാൻ വെറുതെ അല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അറിയിക്കുകയാണ്. സന്തോഷം. സുസ്മിത മിസ് എന്തോ പറയാനുണ്ട്? അതെ അതെ, എനിക്കും അതെ, വളരെ സന്തോഷാണ്. ഏതൊരു ഫ്രണ്ട്സിന്റെ ഒരു ഗെറ്റ് ടുഗദർ പോലെ തന്നെ ഫീൽ ചെയ്തു. പിന്നെ എന്താ പറയാ, ഒരു വ്യത്യസ്തമായ ഒരു വ്യാഴാഴ്ചയായിരുന്നു മാറി. അതും തോംസന്റെ ഫ്രണ്ട്സ് നമ്മുടെ സ്റ്റുഡൻസിന്റെ ടീച്ചേഴ്സും കൂടി ആയെന്ന് കേട്ടപ്പോ അതിലേറെ സന്തോഷം. അതും അവതരിപ്പിച്ച സ്റ്റുഡൻസിന്റെ തന്നെ അധ്യാപകര് ഇതിൽ വന്നല്ലോ. അതൊക്കെ ഒരു കോയിൻസിഡൻസ് വന്നതിൽ ഭയങ്കര സന്തോഷം. കുട്ടികൾക്കും അതൊരു വളരെ വളരെ ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ അവർക്കും ഫീൽ ചെയ്തല്ലോ. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്തുകൊണ്ടും വേറിട്ട ഒരു വ്യാഴാഴ്ചയായി മാറിയത്. അതെ 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 അതെ. എന്തായാലും കൃഷ്ണകുമാർ സാർ പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കോളേജില് കേൾക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. അപ്പോ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ശരി, പിരിയാം. ഇന്നത്തെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കഴിഞ്ഞിട്ടില്ല. ഓക്കെ, പറയൂ. ഇന്നത്തെ അധ്യായത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പരിപാടിക്ക് നന്ദി അറിയിക്കുവാനായി 2ാം വർഷ BEd നാച്ചുറൽ സയൻസ് വിദ്യാർത്ഥിനി ശിവദ പി രാജുവിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. നന്ദി പറച്ചിലിന് വേണ്ടി അധികം ദീർഘിപ്പിക്കുന്നില്ല. കേൾക്കാവോ? കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. പല മുഖങ്ങൾ പല കാഴ്ചകൾ എന്ന പുസ്തകത്തിന്റെ അവതരണത്തിലൂടെ വ്യാഴാഴ്ച വായനാഴ്ചയുടെ മറ്റൊരു അധ്യായമാണ് ഇവിടെ അവസാനിക്കുന്നത്. ആദ്യമായി ഈ പരിപാടിയുടെ മോഡറേറ്ററായി പ്രവർത്തിച്ച 2ാം വർഷ BEd വിദ്യാർത്ഥിനിയായ അഞ്ജിതയ്ക്ക് നന്ദി അറിയിക്കുന്നു. ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ചേർന്ന മുഖ്യാതിഥിയും പല മുഖങ്ങൾ പല കാഴ്ചകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ ശ്രീ തോംസൺ ആന്റണി സാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമ്മളെ ഇന്നത്തെ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്ത അന്നയ്ക്ക് നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് വേണ്ടി വളരെ മനോഹരമായി പുസ്തകത്തിലെ ലേഖനങ്ങളെ പറ്റി ഒരു ഉൾക്കാഴ്ച തന്ന പ്രിയ സുഹൃത്ത് ചിഞ്ചിന ജോഷിക്ക് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു.
അടുത്തതായി നമ്മുടെ SNM ട്രെയിനിങ് കോളേജിന്റെ ബഹുമാനിയായ പ്രിൻസിപ്പൽ സുസ്മിത ടീച്ചർക്കും ഈ പരിപാടി ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിപാടിയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയ കൃഷ്ണകുമാർ മാഷിനും കീര ടീച്ചർക്കും നന്ദി അറിയിക്കുന്നു. ഇത് പറഞ്ഞതുപോലെ എന്താണ്, സുഹൃത്ത് വലയങ്ങൾക്കിടയിൽ തന്നെ ഇത്രയും സ്നേഹിക്കപ്പെടാനും അഭിനന്ദിക്കപ്പെടാനും പറ്റുന്ന ഒരു ഭാഗ്യ നിമിഷത്തിന് നമുക്കും സാക്ഷിയാവാൻ സാധിച്ചു. സുഹൃത്തുക്കളുടെ പേരെടുത്ത് പറയുന്നില്ല. ആശംസകൾ അർപ്പിച്ച എല്ലാ വ്യക്തികൾക്കും നന്ദി അറിയിക്കുന്നു. അവസാനമായി ഈ പരിപാടിയിൽ പങ്കെടുത്ത ആശയങ്ങൾ പങ്കുവച്ച ഓരോരുത്തർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി ശിവദ. ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ ഒത്തുകൂടിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ ഓക്കെ തോംസൺ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.